ഒന്നാമത് ആലപ്പുഴയെക്കുറിച്ച് മുൻപുണ്ടായിരുന്ന ഒരു ചിന്തയല്ല നമുക്ക് ഓരോരുത്തർക്കും ഇപ്പോഴുള്ളത്. ആലപ്പുഴയ്ക്ക് ഒരു കാലത്ത് വളരെ പ്രതാപകമായിരുന്ന ഒരു ആലപ്പുഴയായിരുന്നു. ഒരവസരത്തിൽ അത് വളരെയധികം പിന്നോട്ട് പോയി നശിച്ച് അതിൻ്റെ നാശത്തിൻ്റെ നെല്ലിപ്പലകയിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ ടൂറിസം എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രിയിൽ കൂടെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഒരു ലക്ഷണം ആലപ്പുഴ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും അടുത്ത ഒരു വികസനത്തിൻ്റെ വെളിച്ചം നമ്മൾ കാണുന്നത് ആലപ്പുഴ NH ബൈപ്പാസിനെ സംബന്ധിച്ചിടത്തോളമാണ്. കഴിഞ്ഞ 30-35 വർഷമായി ആലപ്പുഴയ്ക്ക് ഇന്ന് വരും നാളെ വരുമെന്ന് കരുതിയിരുന്ന ആലപ്പുഴ NH ബൈപ്പാസ് അതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം കഴിഞ്ഞ 2 മാസത്തിന് മുമ്പ് നടന്നു. ഫയലിങ്ങിൻ്റെ ടെസ്റ്റ് ഫയലൊക്കെ അടിച്ച് അതിൻ്റെ തുടക്കം വന്നിരിക്കുകയാണ്. എങ്കിലും എനിക്ക് വളരെ സങ്കടകരമായ ഒരു വസ്തുത, അതിനെക്കുറിച്ച് അതിനിശ്ചിതമായ വിമർശനങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുന്നതെന്നുള്ളതാണ്. നമ്മൾ ആലപ്പുഴക്കാരെന്നുള്ള നിലയിൽ ആ ഒരു സംരംഭത്തെ പ്രോത്സാഹിപ്പിക്കുകയും സപ്പോർട്ട് ചെയ്യുകയുമാണ് ആദ്യമായിട്ട് വേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. എന്താണെന്ന് പറഞ്ഞാലും നടത്തിയെടുക്കാൻ നമ്മുടെ എല്ലാം കൂടെ പ്രയത്നമുണ്ടെങ്കിൽ തീർച്ചയായും 2-3 വർഷം, ചിലപ്പോൾ 1 വർഷം താമസിക്കുമായിരിക്കും, എങ്കിൽ പോലും അത് യാഥാർത്ഥ്യമാകുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതിന് ആലപ്പുഴക്കാരെന്നുള്ള നിലയിൽ നമ്മുടെ എല്ലാവരുടെയും സപ്പോർട്ട് ആദ്യമായി തന്നെ അതിന് നൽകണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. രണ്ടാമത്, ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ കിടക്കുന്ന ഒരു കാര്യമാണോ എന്ന് എനിക്കറിയില്ല, അന്താരാഷ്ട്ര നിലവാരത്തിൽ നിർമ്മിച്ച ഒരു സ്വിമ്മിംഗ് പൂൾ ആലപ്പുഴയിലുണ്ട്. കഴിഞ്ഞ 8-9 വർഷമായി അടച്ചുപൂട്ടി ഗവൺമെൻറ്റും അതിൻ്റെ കോൺട്രാക്ടറും തമ്മിൽ നടക്കുന്ന ഒരു കേസിൻ്റെ പുറത്ത് അടച്ചുപൂട്ടിക്കിടന്ന് നശിച്ചുകൊണ്ടിരിക്കുന്ന ആലപ്പുഴയിലെ സ്വിമ്മിംഗ് പൂൾ ഇൻ്റർനാഷണൽ മത്സരങ്ങൾ വരെ നടത്താൻ പ്രാപ്തമായ രീതിയിലാണ് അതവിടെ നിർമ്മിച്ചിരിക്കുന്നതെന്ന് എനിക്ക് വളരെ വ്യക്തമായി അറിയാം, നേരിട്ടറിയാവുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് തന്നെ. തീർച്ചയായും അത് രണ്ടാമത് അത് തുടർന്ന് പ്രവർത്തിക്കാനുള്ള കാര്യത്തിൽ നമ്മുടെ സംഘടനയ്ക്ക് ഇടപെടാം, സോഷ്യൽ മീഡിയയിൽ കൂടെ നമുക്ക് ആശയം പ്രചരിപ്പിക്കാം, സർക്കാരിനോട് ആവശ്യപ്പെടാം. മൂന്നാമത്, നമ്മുടെ റോഡുകളുടെ ശോച്യാവസ്ഥയും അതിൽ കൂടി നമുക്ക് ട്രാഫിക് ബ്ലോക്ക് ആലപ്പുഴ പട്ടണത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമ്മൾ പുറത്തോട്ടിറങ്ങിയാൽ ഒരു ജംഗ്ഷനിൽ നിന്ന് അടുത്ത ജംഗ്ഷനിൽ പോകണമെങ്കിൽ അരമണിക്കൂർ 3/4 മണിക്കൂർ നമ്മൾ ട്രാഫിക് ബ്ലോക്കിൽ കിടക്കേണ്ട ഒരു അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. ആലപ്പുഴയിലെ ട്രാഫിക് ജംഗ്ഷനുകളെന്ന് പറയുന്നത് കളക്ടറേറ്റ് ജംഗ്ഷൻ, കോൺവെന്റ് സ്ക്വയർ ജംഗ്ഷൻ, ശവക്കോട്ട ബ്രിഡ്ജ്, മെഡിക്കൽ കോളേജ് ജംഗ്ഷൻ്റെ ഒക്കെ തന്നെ ഗവൺമെൻറ്റിൻ്റെയോ അതിനോട് സംബന്ധിച്ചിരിക്കുന്ന സ്ഥാപനങ്ങളുടെയോ കയ്യിലിരിക്കുന്ന സ്ഥലങ്ങൾ മാത്രം എടുത്തു കഴിഞ്ഞാൽ വലിയ രീതിയിൽ തന്നെ വികസിപ്പിക്കാവുന്ന ഒരു സംരംഭമാണത്. തീർച്ചയായും അതിനുവേണ്ടിയും നമുക്ക് ശബ്ദമുയർത്താം. മൂന്നാമത്, കുടിവെള്ള പദ്ധതി. 6-7 വർഷം മുൻപ് ആലപ്പുഴയ്ക്ക് ശുദ്ധജലം എത്തിക്കുന്നതിന് വേണ്ടി 286 കോടി രൂപ മുതൽ മുടക്കിൽ ആരംഭിച്ച കുടിവെള്ള പദ്ധതി 1-2 തടസ്സങ്ങളുടെ പേരിൽ, നാഷണൽ ഹൈവേ ക്രോസ് ചെയ്യുന്നു, റെയിൽവേ ക്രോസ് ചെയ്യുന്നു എന്നുള്ള 1-2 തടസ്സങ്ങളുടെ പേരിൽ ഇവിടെ പൂർത്തിയാകാതെ കിടക്കുന്ന ഒരു സംരംഭമാണ്. അതിനുവേണ്ടിയും നമുക്ക് ശബ്ദമുയർത്തിയാൽ തീർച്ചയായും അധികാരികളുടെ കർണപടത്തിൽ അത് പതിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. മറ്റൊരു മേഖല എന്ന് പറയുന്നത് ആരോഗ്യ മേഖലയാണ്. മെഡിക്കൽ കോളേജ് ആലപ്പുഴ ടൗണിൽ നിന്ന് വണ്ടാനത്തേക്ക് പോയി പ്രവർത്തനം തുടങ്ങിയപ്പോൾ ആലപ്പുഴ ജനറൽ ഹോസ്പിറ്റലായി ആ പഴയ മെഡിക്കൽ കോളേജ് വന്നെങ്കിലും അതിൻ്റെ പൂർണ്ണതയിലെത്തുവാൻ സാധിച്ചിട്ടില്ല. നമ്മുടെ ബഹുമാന്യനായ MP പ്രസ്താവന നടത്തി അതൊരു സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്നുള്ള നിലയിലേക്ക് അതിനെ കൊണ്ടുവരും എന്നുള്ളത്. അതിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടിയും നമുക്ക് ശബ്ദമുയർത്താവുന്നതാണ്. മറ്റൊരു കാര്യം, വളരെ ആലപ്പുഴക്കാർക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യം, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അമൃത പദ്ധതിയിൽപ്പെടുത്തി 500 കോടി രൂപ ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിലേക്ക് ചെലവഴിക്കാൻ പോകുന്നു 5 വർഷം കൊണ്ട് എന്നുള്ളതാണ്. അതായത് ഏകദേശം ഓരോ വാർഡിനും 10 കോടി രൂപ വെച്ച് ലഭിക്കാൻ പോകുന്നു. പൈസ എവിടെയുണ്ടോ അഴിമതി അവിടെ ഉടൻ പ്രത്യക്ഷപ്പെടുമെന്നുള്ളത് യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആലപ്പുഴയിൽ അഴിമതി ഉണ്ടാകാതിരിക്കാൻ അഴിമതിക്കെതിരെ ഒരു കൂട്ടായ്മ SD കോളേജ് മൈറ്റി കോമേഴ്സ് അലൂമിനിക്ക് ഉണ്ടാക്കാവുന്നതാണ്. സോഷ്യൽ മീഡിയയിൽ കൂടി നമ്മളൊരു വാച്ച് ഡോഗിനെ പോലെ ഈ കാശ് എങ്ങനെ ചെലവഴിക്കുന്നു, അതിനുള്ള സംവിധാനം എന്താണെന്നുള്ള രീതിയിൽ അതിനെ ഒന്ന് നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ തന്നെ ഈ 500 കോടി രൂപയിൽ പകുതിയെങ്കിലും ഇവിടെ ചെലവഴിക്കത്തക്ക രീതിയിൽ ചെലവഴിക്കാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. മറ്റൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ ടൂറിസത്തെ സംബന്ധിച്ചിടത്തോളം തന്നെയാണ്. ഏത് ടൂറിസ്റ്റ് പ്ലേസിൽ ചെന്നു കഴിഞ്ഞാലും അവിടെയൊക്കെ അതിൻ്റെ തനതായ എന്തെങ്കിലുമൊക്കെ പ്രോഡക്ട്സ് നമുക്ക് കിട്ടും. ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള സംവിധാനങ്ങൾ വളരെ കുറവാണ്. ഒരു കോട്ടേജ് ഇൻഡസ്ട്രി പോലെ അതിൻ്റെ സംവിധാനങ്ങൾ, വള്ളങ്ങളുടെ മാതൃകകളോ അതുപോലെ കഥകളി മാതൃകകളോ ആക്കാം. അതുപോലൊക്കെ തന്നെ വരുന്ന ആ
പ്രോഡക്ട്സ് ഉണ്ടാക്കുന്ന ചെറിയ കോട്ടേജ് ഇൻഡസ്ട്രികൾ ആലപ്പുഴയിൽ വരേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതൊക്കെ അധികാരികളെ ശ്രദ്ധയിൽപ്പെടുത്താൻ നമുക്ക് സാധിക്കും. നമ്മുടെ സംഘടന വളരെ വലുത് തന്നെയാണ്. ഇതിലെല്ലാം ഉപരി വികസനം തുടങ്ങേണ്ടത് നമ്മുടെ സ്വന്തം വീടുകളിൽ നിന്നാണ്. ഞാൻ 31 വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ കാണുന്ന SD കോളേജിൻ്റെ പരിസരമല്ല ഇന്ന് ഞാനിവിടെ വന്നപ്പോൾ കാണുന്നത്. ഈ ചുറ്റുപാടുമൊക്കെ തന്നെ ഞങ്ങളൊക്കെ ഓടിക്കളിച്ച് നടന്ന സ്ഥലങ്ങളാണ്. ഇവിടെ ഇപ്പോൾ അങ്ങോട്ട് നമുക്ക് നടക്കാൻ പറ്റുന്നില്ല, കാട് പിടിച്ച് കിടക്കുകയാണ്. ഇതിൻ്റെ പുറകും ആ സൈഡും ഒക്കെ തന്നെ. തീർച്ചയായും നമ്മുടെ നേതൃത്വത്തിൽ തന്നെ ഇതെല്ലാം വൃത്തിയാക്കാൻ ഒരു സംവിധാനം കൂടെ ഉണ്ടാക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെയൊരു മൈറ്റി കോമേഴ്സ് മെഗാ മീറ്റ് ഇവിടെ നടത്താൻ താല്പര്യം കാണിച്ച ഇതിൻ്റെ എല്ലാ സംഘാടകർക്കോടും അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി ശ്രീ ബോബൻ മാത്യു. തുടർന്ന് മുൻ നഗരസഭാംഗമായ ജോസഫ് ജെ പാലത്തറ 1982 കാലഘട്ടങ്ങളിൽ ഇവിടെ നിന്ന് പഠനം പൂർത്തീകരിച്ചു പോയതാണ്. ദയവായി പങ്കെടുക്കുന്ന എന്ന ശ്രദ്ധ പങ്കെടുക്കുന്നവർ കാണിക്കണം. ബഹുമാനീയരായ ഗുരുഭൂതന്മാരെ, പ്രിയ സഹോദരീ സഹോദരന്മാരെ, ഇവിടെ ഉരുത്തിരിഞ്ഞ് വരുന്ന കാര്യങ്ങൾ എനിക്കൊരിച്ചിരി സമയം തരണം. നമ്മുടെ നാട് രക്ഷപ്പെടണമെങ്കിൽ എന്താണ് പഞ്ചായത്തി രാജ്? മഹാത്മാഗാന്ധി വിഭാവനം ചെയ്ത പഞ്ചായത്തി രാജ് എന്ന് പറയുന്നത് ഒരു പ്രോജക്റ്റിന് ആ പ്രദേശത്തുള്ള ആൾക്കാരെ ഉൾക്കൊള്ളിച്ച് വേണം പ്രോജക്റ്റ് നടപ്പിലാക്കാൻ. ഇവിടെ എല്ലാ പ്രോജക്റ്റുകൾക്കും ഒരേ ടീമാണ് പോകുന്നത്. ഇത് അപകടകരമായ കാര്യമാണ്. ഒരു പ്രോജക്റ്റിൽ ആ പ്രദേശത്തുള്ളവർ വരികയാണെങ്കിൽ നമ്മുടെ കനാലിൻ്റെ പ്രശ്നങ്ങൾ തീരും. ഇന്ന് ടൂറിസം പറയുന്നു, നമുക്ക് ചെയ്യാം. ഗ്രൂപ്പ് ടൂറിസം, ഫാമിലി ടൂറിസം, പിൽഗ്രീം ടൂറിസം, മറ്റു ടൂറിസം അപകടകരമാണ്. പിന്നെ നാട് രക്ഷപ്പെടണമെങ്കിൽ പൊല്യൂഷൻ ഇല്ലാത്ത ഇൻഡസ്ട്രികൾ ഉണ്ടാകണം. കടപ്പുറത്ത് നമുക്ക് നല്ലൊരു പോർട്ട് ഉണ്ടാകണം. ആലപ്പുഴയിൽ ഒരു എയർപോർട്ട് ഉണ്ടാകണം. ഇത്രയും ഫീസിബിൾ ആയിട്ടുള്ളൊരു നാട് ഇറങ്ങുമില്ല. 2, ഈ ഫ്ലൈ ഓവർ കൊണ്ടുവരുന്ന ബൈപ്പാസ് നാടിൻ്റെ ശാപമാണ്. 3 കിലോമീറ്റർ ദൂരത്ത് ചെന്നേ വണ്ടി ഇറങ്ങാൻ പറ്റുകയുള്ളൂ. പ്രദേശം ഒറ്റപ്പെടും. ഇതിനകത്ത് അഴിമതിയുടെ കാര്യങ്ങൾ പറയുമ്പോൾ പഞ്ചായത്തി രാജ് നടപ്പിലാക്കുകയാണെങ്കിൽ ബഹുമാനി എൻ്റെ ഗുരുനാഥൻ ബാലേന്ദ്രൻ സാറ് പ്രോജക്റ്റിൽ മുനിസിപ്പാലിറ്റിയിൽ ഇരുന്ന കാലത്ത് ഒരു പുലിമുട്ടും അവിടെ ഒരു ഫ്ലൈ ഓവറും ഈ കനാലുമായി ബന്ധിപ്പിക്കുന്ന ഒരു പ്രോജക്റ്റ് കൊണ്ടുവന്ന് അത് എങ്ങും വെളിച്ചം കാണാതെ പോയി. നമ്മുടെ കനാലിന് വേണ്ടി എത്ര കോടി രൂപ മുടക്കി. ഈ കനാലിലെ പ്രശ്നങ്ങൾക്ക് അതാത് പ്രദേശത്തുള്ള ആൾക്കാരെ ഉൾക്കൊള്ളിക്കുകയാണെങ്കിൽ ഇത് ക്ലീൻ ചെയ്താൽ അവർക്ക് നോക്കാനുള്ള ബാധ്യതയുണ്ട്. അതിന് പകരം ഇവിടുത്തെ പല ഹോട്ടലുകൾക്കും പ്രമാണികൾക്കും കൊടുക്കുകയാണ്. ഈ തോട് എൻ്റെ ഓർമ്മയ്ക്ക് ഞാൻ 7 സ്കൂളിൽ 10ാം ക്ലാസ് വരെ പഠിച്ചവനാണ്. കുട്ടനാടിൽ 4ാം ക്ലാസ് വരെ പഠിച്ചപ്പോൾ ആ ആറ്റിലെ വെള്ളം കുടിച്ച് ജീവിച്ചവനാണ് ഞാൻ. ഇന്ന് കാല് കഴുകാൻ കൊള്ളില്ല. ടൂറിസത്തിന്റെ കേമത്തം പറയുമ്പോൾ ഇത് ഡ്രഗ്സ് ആൻഡ് സെക്സ് ടൂറിസമാണ് ഇന്നിവിടെ നടക്കുന്നത്. അത് ബാൻ ചെയ്യണം. ഇത് ബാൻ ചെയ്യണമെങ്കിൽ ജനകീയമായ മൂവ്മെന്റ് ഉണ്ടാകണം. ഈ പറയുന്ന ടൂറിസങ്ങൾ നല്ല രീതിയിൽ പോകുന്ന ഒരു ഭാഗം സമ്മതിച്ചു. ഇവിടുത്തെ അഴിമതി തീരണമെങ്കിൽ ഈ ഒരു ഭാഗം പൊല്യൂഷൻ ഇല്ലാത്ത ഇൻഡസ്ട്രികൾ. 2, നമ്മുടെ ഗ്രാമസ്വരാജ് മഹാത്മാഗാന്ധി വിഭാവനം ചെയ്ത ഗ്രാമസ്വരാജ് ഇവിടെ നടപ്പിലാക്കുകയാണെങ്കിൽ അഴിമതിയുടെ ചിറകരിഞ്ഞു പോകും. മൈക്കിന്റെ മുന്നിൽ പലരും വന്ന് പല വേദാന്തം ഓതിപ്പോവും. പക്ഷേ നാടിന്റെ നന്മയ്ക്ക് പറയുന്നവര് ഒരു കാര്യം ശ്രദ്ധിക്കണം. മനുഷ്യൻ ജീവിതത്തിൽ മണി മോട്ടീവ് ആകരുത്. സമ്പത്ത് നമ്മുടെ ആവശ്യത്തിന് മാത്രമേ ആവുള്ളൂ. ഞാനൊരു രാഷ്ട്രീയത്തിന്റെ രക്തസാക്ഷിയാണ്. ഞാൻ ഈ കലാലയത്തില് എൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനം കൊണ്ടുപോയി. ഞാൻ 3 തലമുറയിലെ ആളാണ്. എൻ്റെ അപ്പന് ഈ SD കോളേജിൽ ആദ്യത്തെ ജനാധിപത്യ ഇലക്ഷൻ വന്നപ്പോൾ അന്ന് ISUവിൽ ആദ്യമായി ജയിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തെ ലോറി കൊണ്ടുപോയിട്ടുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. 2ാമത് ഞാനിവിടെ വന്നു, രാഷ്ട്രീയ സേവനം നടത്തി. എൻ്റെ വിദ്യാഭ്യാസവും എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. എൻ്റെ ശാരീരികമായ ആരോഗ്യവും കളഞ്ഞു. അന്ന് നീതിബോധമില്ലാത്ത പല ആൾക്കാരും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന നേതാക്കന്മാർ ഇന്ന് മേളിലിരിപ്പുണ്ട്. അവരുടെയൊക്കെ സമ്പത്ത് നോക്കണം. ഇത് എവിടുന്നുണ്ടായി? ഞാൻ ജനിച്ച കാലം മുതൽ ടാക്സ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. കാര്യം അത് കണക്ക് ഞങ്ങളുടെയൊക്കെ കുടുംബവിധത്തിലുണ്ടായിരുന്നതാണ്. ഇന്നും എൻ്റെ സമ്പാദ്യത്തിന് വലിയൊരു ഉയർച്ചയൊന്നും കാണുന്നില്ല. ഇവിടെ കള്ളത്തരത്തിൽ കൂടുകെട്ടി പ്രമാണിമാർ ചമയുന്ന ഒരു സംവിധാനത്തെ തകർക്കണം. ഒരു കാര്യം,
ഇവിടെ തോക്കിന്റെ ലൈസൻസ് കൊടുത്തൊരു കാലമുണ്ട്. പ്രമാണിമാർക്കാണ് കൊടുത്തത്. പ്രമാണിമാരെന്ന് പറഞ്ഞാൽ അത് കൈകാര്യം ചെയ്യാനും സമ്പത്തിന്റെ കാര്യങ്ങളിലും വിവരത്തിന്റെ കാര്യത്തിലും ഉള്ളവരൊക്കെയായിരുന്നു. ഈ കഴിഞ്ഞ 2 കൊല്ലം മുമ്പ് എനിക്കും ഒരു ലൈസൻസ് ഉള്ള കാര്യം എൻ്റെ പാരമ്പര്യമായിട്ട് ഉണ്ടായിരുന്നതാണ്. അത് ക്യാൻസൽ ചെയ്തു. കളക്ടറോട് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ അറിയൂ, ക്രിമിനൽ കേസും ക്രിമിനൽ ഒഫൻസും ഉള്ളവനെ കൊടുക്കുകയുള്ളൂ. ഞാനിത് ഹൈക്കോടതി റിട്ട് പോകേണ്ടി വന്നു. റിട്ട് വന്നപ്പോൾ ഗവൺമെന്റ് തീരുമാനിച്ചു കൊടുക്കാൻ. ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ ഇതുവരെ കൊടുത്തിട്ടില്ല. അവിടെ എന്ത് പറ്റി? മോണിമെന്റലായി ഉണ്ടായിരുന്നവരുടെ ലൈസൻസ് ക്യാൻസൽ ചെയ്തപ്പോൾ ആമർച്ചക്കാർ വന്നിട്ട് ഇത് മുഴുവൻ വിലക്കെടുത്തു. ഇപ്പോൾ ലിസ്റ്റ് ഞാൻ ചോദിച്ചിരിക്കുക, ക്രിമിനൽസുകൾക്കും അത് കണക്കിത് താങ്ങാൻ പറ്റാത്തവനും ഒക്കെയാണ് ലൈസൻസ് കൊടുത്തിരിക്കുന്നത്. ഇത് നാശത്തിന്റെ പോക്കാണ്. ഇതിനെതിരെ നമ്മൾ പ്രതികരിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നു. ഇവിടെ വിദ്യാഭ്യാസ കാലത്ത് ഇപ്പോൾ IIT കാണിച്ച ഒരു സംഭവം, എൻ്റെ മകന് അതിൽ റാങ്ക് വരേണ്ടതാണ്. കേരള സിലബസിലുള്ളവരുടെ റാങ്കില് മാർക്ക് തിരിമറി നടത്തിയപ്പോൾ 10,000-ന് താഴെ വരേണ്ട എൻ്റെ മകൻ 30,000-ൽ വന്നു. അവനേക്കാൾ ക്ഷേമനായി പഠിക്കുന്ന കണ്ണൻ എന്ന് പറയുന്ന പയ്യൻ 10,000-ന് താഴെ വന്നു. ഇതിനൊക്കെ ചോദിക്കാൻ ആരുമില്ല. IIT ഈസ് എ പ്രൈവറ്റ് ഫേം. കേരളം അതിന് മുഴുവൻ ആനുകൂല്യം കൊടുക്കുന്നു. ഈ ഭരണാധിപന്മാർ പ്രതിപക്ഷവും ഭരണപക്ഷവും എന്തുകൊണ്ട് അത് ബാൻ ചെയ്യണം? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്തുകൊണ്ട് കിട്ടുന്നില്ല? ഇതുവരെ കിട്ടിയ സ്ട്രാറ്റജി മറിച്ചു. ഈ പോക്കിന് മൗനമായി നിന്നുകൊണ്ട് നമ്മുടെ നേതാക്കന്മാരും ആൾക്കാരും മണിമൂട്ടവാകുന്നു. നമ്മുടെ കുടുംബത്തിന് നിലനിൽപ്പുണ്ടാകുകയില്ല. പണം ആവശ്യത്തിന് ഉപകരിക്കുമ്പോൾ ലക്ഷ്മിയും അധികമായാൽ ശനിയുമാണ്. ഇതിന് ഏറ്റവും വലിയ രക്തസാക്ഷിയാണ് ബാലേന്ദ്രൻ സാറും. കാര്യം, ജനങ്ങളെ ഇങ്ങനെ തള്ളിവിട്ടാൽ ഇതിനെല്ലാം പ്രതികരിക്കാൻ അടുത്ത തലമുറയുണ്ടാകും. ഇന്ന് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട് നമുക്ക് യാതൊരു വിശ്വാസവുമില്ല. ഉണ്ടെന്ന് മനസാക്ഷിക്കാരിലും പറ. ക്രിമിനൽസ് ആണ് ഭരിക്കുന്നത്. ക്രിമിനൽസ് ആണ് ജനപ്രതിനിധികൾ. പണ്ട് എൻ്റെ ചെറുപ്പപ്രായത്തിൽ TV തോമസും AKജിയും ഇവരൊക്കെ വീട്ടിൽ വന്നാൽ എൻ്റെ അമ്മ മാത്രമല്ലല്ലോ അവർക്ക് ചോറ് വിളമ്പി കൊടുക്കുമായിരുന്നു. ഇന്ന് ഒരുത്തിനെ പെരയ്ക്കകത്ത് കയറ്റുകയില്ല. പോക്കറ്റ് അടിക്കാനും പിടിച്ചു പറിക്കാരനുമാണ് അവന്. ഈ ഒരു സംവിധാനത്തെ സംബന്ധിച്ച് ഞാൻ ഈ സംവിധാനത്തെക്കുറിച്ച് നമ്മൾ ഒത്തിരി ചിന്തിക്കണം. എന്താണ് അഭിപ്രായ വിയോജനത്തിലെ വോട്ട്? അതിന്റെ റൈറ്റ് ഒരു രാഷ്ട്രീയക്കാരനും പറയുന്നല്ലോ. 50% മേളിൽ നോട്ടായി വോട്ട് വന്നാൽ ബ്രിട്ടീഷുകാരന്റെ ഭരണഘടന അവിടെ ഇരിക്കുന്നത്. ഭരണഘടന മാറ്റണം. പഴയ കരം തീരുവ സമ്പ്രദായം എന്ന് പറയുന്ന പോലെ മിനിമം വിദ്യാഭ്യാസം, മിനിമം ഇൻകം, ഇതുപോലുള്ള കാര്യങ്ങളില്ലാത്തവന് ഇത് വരാൻ പറ്റിയല്ല. ഒരു പ്രാവശ്യം നിന്ന് തോറ്റവന് മത്സരിക്കാനൊക്കില്ല. ഇത് കുടുംബവാഴ്ച പോലെ ഒരുത്തൻ വന്നാൽ 10-20 കൊല്ലം. അതുപോലെ തന്നെ നമുക്ക് ചോദിക്കാം, നമ്മുടെ നാട്ടിൽ നാട്ടുകാരൻ മത്സരിക്കണം. ഇതെന്തേ ആരും പറയാനില്ലാത്ത? ജനാധിപത്യം കളിച്ച് നാട് കുട്ടിച്ചോറൊക്കെയാണ്. ക്രിമിനൽസ് ആണ് ഇവിടെ കളിക്കുന്നത്. ഇതിനകത്ത് പഞ്ചായത്തി രാജ് നടപ്പിലാക്കണം. ബാലേന്ദ്രൻ സാറ് പറഞ്ഞ ആ പുലിമുട്ടും ഇതും ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ തോട് എന്തോരം രക്ഷപ്പെടും. എത്ര കോടി അതിന് മുടക്കിയെന്ന് ഈ കണക്കിൽ നമ്മളൊന്ന് പരിശോധിക്കണം. എന്തവിടെ ഉണ്ടായി? ഇന്നും പോളവാരുന്നു, മണ്ണുവാരി എവിടെ കൊണ്ടുപോയി വിറ്റ് തിന്നു? ആര് തിന്നു? നമ്മുടെ പ്രദേശം ഇപ്പോഴും നാശത്തില്ല. ഇതിന് സംവാദങ്ങൾക്ക് ഞാനൊരു അഭിപ്രായം പറയുന്നത്, ശരിക്കും അഭിപ്രായം പറയാൻ കഴിവുള്ള ഇപ്പോൾ മിക്ക കമ്മിറ്റികളുടെ ഹെഡിലിരിക്കുന്നവരൊക്കെ സ്വാധീനം കൊണ്ടാകുന്നതാണ്. ഇത് പറയാൻ കഴിവുള്ള ഒരു തൊഴിലാളി, ആ തൊഴിലാളിയെ വിളിക്കണം. അത് പറയാൻ മനസാക്ഷിയോട് ജീവിക്കുന്നവൻ, അവനെ വിളിക്കണം. അഭിപ്രായങ്ങൾ ഉരുത്തിരിയണം. പഞ്ചായത്ത് രാജ് നടപ്പിലാക്കി പൊല്യൂഷൻ ഇല്ലാത്ത ഇൻഡസ്ട്രിയെ കൊണ്ടുവന്നില്ലെങ്കിൽ ആലപ്പുഴ രക്ഷപ്പെടില്ല. സന്തോഷം, നിർത്തുന്നു. നന്ദി. ശ്രീ ജോസഫ് ജെ പാലത്ര. തുടർന്ന് അഭിപ്രായം പറയുന്നത് വളരെ ചുരുക്കി നമ്മളുടെ വിഷയത്തിന് പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിച്ചുകൊണ്ടുള്ള അഭിപ്രായമാണ് വേണ്ടത്. സദയം മുന്നിലേക്ക് വരിക. നമുക്കിത് കഴിഞ്ഞ് ഇന്നത്തെ ഈ സമ്മേളനം ക്രോഡീകരിക്കുന്നതിന് മുമ്പ് അടുത്ത വർഷം 70ാമത് സപ്തതി ആഘോഷിക്കുന്ന ഒരു അധ്യയന വർഷത്തിൽ നമ്മൾ 70 വർഷം കൊമേഴ്സ് വിദ്യാഭ്യാസ പഠനക്രമങ്ങൾ ഇവിടെ ആരംഭിച്ചതിൻ്റെ 70ാം വർഷം ആചരിക്കുകയാണ്. സപ്തതി വർഷത്തിൻ്റെ ആഘോഷങ്ങളെ സംബന്ധിച്ചുള്ള ഒരു സംഘാടക സമിതിയുടെ തെരഞ്ഞെടുപ്പ്, ഒരു രൂപീകരണം കൂടെ ഇതോടനുബന്ധിച്ച് നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തുടർന്നുള്ള അഭിപ്രായങ്ങൾ ഇതിൽ സ്വന്തം ചിന്തകൾ അല്ല ഒരുപക്ഷെ എഴുതി തയ്യാറാക്കി കൊണ്ടുവന്നിട്ടുള്ളതാണെങ്കിൽ അതിവിടെ ഏൽപ്പിക്കുക. ഇത് ഒരു തുടക്കമായി കണ്ടുകൊണ്ട് നിങ്ങൾക്കുള്ള വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞാൻ അടിവരയിട്ട് പറയട്ടെ, വിചാരണ ചെയ്യുകയല്ല വേണ്ടത്.
കഴിഞ്ഞു പോയതിനെ മാത്രം നമ്മൾ അവലംബിക്കരുത്, പുതിയത് വരാനുള്ളത്. ഇന്നിവിടെ നടന്ന ചർച്ചയിൽ ഇവിടെ ഏറെ ശ്രദ്ധേയമായി പറയപ്പെട്ടത് നമ്മുടെ നാടിൻ്റെ മലിനീകരണത്തെ തന്നെയാണ്. ഇവിടെ ഏത് വ്യവസായം രൂപം കൊള്ളണമെങ്കിലും ഇവിടുത്തെ ജലമാലിന്യം, ഇവിടുത്തെ നിരത്തുകളുടെ അപര്യാപ്തത, ഇവിടെയുള്ള തൊഴിൽ സംസ്കാരത്തിൻ്റെ മൂല്യബോധമില്ലാതെ, ലക്ഷ്യബോധമില്ലാതെയുള്ള പ്രതികരണങ്ങൾ, ഇവയെ പറ്റിയാണ് ചൂണ്ടിക്കാണിച്ചത്. തുടർന്ന് വളരെ വിശദമായ ക്രിയാത്മകമായ ഉദ്ദേശശുദ്ധിയുള്ള നിർദ്ദേശങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി ഈ ചർച്ച തുടരും. തുടർന്ന് വളരെ നിശ്ചിതമായ ഇടവേളകളിൽ ഇതേ സെമിനാർ ഇതേ അങ്കണത്തിൽ നമ്മൾ തുടരുന്നതാണ്. ഇത് ക്രോഡീകരിച്ച് നമ്മളുടെ അന്തർദേശീയ നിലവാരമുള്ള തരത്തിൽ ഒരു സെമിനാർ മാധ്യമങ്ങളുടെയൊക്കെ സഹകരണത്തോടെ ഇതേ വിദ്യാലയത്തിൽ മൈറ്റി കോമേഴ്സിന്റെ ശീർഷകത്തിന് കീഴിൽ നടപ്പിലാക്കും എന്നുള്ള ഉറച്ച ദൃഢനിശ്ചയത്തോടുകൂടി അടുത്ത നടപടികളിലേക്ക് നീങ്ങുന്നു. നമ്മളുടെ പ്രിയപ്പെട്ട കോർഡിനേറ്റർ ശ്രീ ബാലചന്ദ്രനെ ഞാൻ മൈക്ക് കൈമേ. പ്രിയമുള്ളവരെ, കഴിഞ്ഞ 4 മാസത്തെ അശ്രാന്ത പരിശ്രമത്തിൻ്റെ ഫലസിദ്ധി എന്ന നിലക്ക് മൈറ്റി കോമേഴ്സ് മഹാസംഗമം വളരെ ആർഭാടപൂർവം, വളരെ ആഹ്ലാദപൂർവം, അതിലേറെ നൊസ്റ്റാൾജിയോടുകൂടി നടത്തുന്നതിന് സംഘാടക സമിതിക്ക് കഴിഞ്ഞു എന്നുള്ള ചാരിതാർത്ഥ്യം ഞാനിവിടെ പ്രകടിപ്പിക്കുകയാണ്. ശ്രീമാൻ ഹരികുമാർ സൂചിപ്പിച്ച കണക്ക് ഇതൊരു പുതിയ തുടക്കമാണ്. നിങ്ങൾക്കറിയാവുന്നതുപോലെ SD കോളേജിലെ കോമേഴ്സ് വിഭാഗത്തിലെ അലൂമിനികളെ കൂട്ടി ഇണക്കിക്കൊണ്ട് ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഘം 46 മുതൽ ഇന്ന് വരെയുള്ള വിദ്യാർത്ഥികളെ കൂട്ടിയിണക്കിക്കൊണ്ടൊരു സംഘം രൂപീകരിക്കുക എന്നുള്ളത് ഇതിനു മുമ്പ് പല തവണയും പല ഭാഗത്തു നിന്നും ഉയർന്നു വന്നിരുന്നുവെങ്കിലും അങ്ങനെ ഒന്ന് ഏറ്റെടുക്കുന്നതിനുള്ള ധൈര്യം ഒരുപക്ഷെ അക്കാലത്ത് ഞങ്ങൾക്കാർക്കും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാകട്ടെ ഈ 70 വർഷത്തെ പൂർവ്വ വിദ്യാർത്ഥികളിൽ ഏതാണ്ട് 48 വർഷത്തെ ബാച്ചുകൾ എല്ലാ വർഷവും കൂടിച്ചേരുന്ന ഒരവസ്ഥ സംജാതമായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഇനിയും 22 വർഷത്തെ ബാച്ചുകളെ കൂടെ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് ബാച്ച് അലൂമിനികളുടെ പ്രവർത്തനം നടത്തുന്നതിന് അവരെ പ്രേരിപ്പിക്കേണ്ടതുണ്ട്. അങ്ങനെ എല്ലാ വർഷത്തെയും ഒരുപക്ഷെ 46 തുടങ്ങി 52 വരെയുള്ള കാലഘട്ടത്തിൽ അലൂമിനികൾ ജീവിച്ചിരിക്കുന്നവർ വിരലിലെണ്ണാവുന്നവർ മാത്രമായിരിക്കും എന്നുള്ളതുകൊണ്ട് അതൊഴിവാക്കിയാൽ ബാക്കി എല്ലാ വർഷത്തെയും ബാച്ച് അലൂമിനികൾ പ്രവർത്തന സജ്ജമാകും, അഥവാ പ്രവർത്തന സജ്ജമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ ആയിരുന്നു ഞങ്ങൾ ഈ മെഗാ മീറ്റ് എന്ന് പറയുന്ന പ്രപ്പോസല് മുന്നോട്ട് വെച്ചത്. ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് അങ്ങനെ വിട്ടുപോയ അലൂമിനികളിൽ 18 അലൂമിനികൾ കൂടി പുതുതായി രൂപീകരിക്കുന്നതിന് ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന സുഹൃത്തുക്കൾ സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ SD കോളേജിൻ്റെ കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ചരിത്രത്തിൽ ഒരു വർഷം പോലും വിടാതെ എല്ലാ വർഷത്തെയും പൂർവ്വ വിദ്യാർത്ഥികൾ പ്രീ ഡിഗ്രി, BCom, MCom സഹിതം സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് ഈ മെഗാ മീറ്റ് ഇന്ന് ഇവിടെ സമാപിക്കുന്നത്. ഏതാണ്ട് 10 ലക്ഷം രൂപ ഇതിൻ്റെ ചെലവുകൾക്ക് വേണ്ടി ബജറ്റിൽ വിഭാവന ചെയ്തിരുന്നതാണ്. 10 ലക്ഷം രൂപ ആലപ്പുഴയിൽ എങ്ങനെ സംഘടിപ്പിക്കും എന്നുള്ളത് സ്വാഭാവികമായിട്ടും അന്ന് ആദ്യത്തെ മീറ്റിങ്ങിന്
രണ്ടാമത്തെ മീറ്റിംഗിൽ നമ്മൾ ബജറ്റ് വെച്ച മീറ്റിംഗിൽ പങ്കെടുത്തിരുന്ന സമിതിയിൽ ഹാജരായിരുന്ന ആൾക്കാർ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ ഇന്നാകട്ടെ ഈ സമാപിക്കുന്ന സമയത്ത് ഏതാണ്ട് ഈ ഓർഗനൈസിംഗ് കമ്മിറ്റിയുടെ പ്രവർത്തനം ക്യാഷ് ലെസ് കമ്മിറ്റി എന്ന നിലയ്ക്ക് അവസാനിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ ഇവിടെ ചെലവാക്കിയ തുക, അല്ലെങ്കിൽ ഇവിടെ ചെലവാക്കേണ്ടിയിരുന്ന തുക, അതിന് വ്യത്യസ്തമായ ഹെഡുകളിൽ ഓരോ ചെലവിനും വേണ്ടി വന്ന തുക നമ്മുടെ ബാച്ച് അലുമിനികളും ഇവിടെ പഠിച്ചുകൊണ്ടിരുന്ന പൂർവ്വ വിദ്യാർത്ഥികളിൽ ചിലരും ചേർന്ന് ഏതാണ്ട് പൂർണ്ണമായും സ്പോൺസർ ചെയ്തിരിക്കുക. ചെറിയ കാര്യമല്ല. നിങ്ങളെല്ലാവരും ആസ്വദിച്ച രാജുസ്വാമിയുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയ അതിമനോഹരമായ ഭക്ഷണം ഒരു അലൂമിനി സ്പോൺസർ ചെയ്തതാണ്. രാവിലെ മുതൽ ചായ കുടിക്കുന്ന അവിടുന്ന് ഇപ്പോഴും മാറിയിട്ടില്ലാത്ത ആൾക്കാർ ആ ടീ കോഫി വെൻഡിങ് മെഷീനിൽ നിന്ന് കുടിച്ചുകൊണ്ടിരിക്കുന്ന ചായ ടാറ്റ ടീ നമ്മുടെ ഒരു പൂർവ്വ വിദ്യാർത്ഥി അതിൻ്റെ ഒരു ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റിൽ ഇരുന്നുകൊണ്ട് നമുക്ക് വേണ്ടി അവരെ കൊണ്ട് സ്പോൺസർ ചെയ്യിച്ചതാണ്. ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ശബ്ദം, എന്നെ കാണിക്കുന്ന ഈ വെളിച്ചം, ഇത് ഞങ്ങളുടെ ബാച്ച് അലൂമിനി സ്പോൺസർ ചെയ്തതാണ്. പരസ്യങ്ങൾ റോഡ് നീളെ നമ്മൾ സ്ഥാപിച്ചിട്ടുള്ള ഫ്ലെക്സ് ബോർഡുകളും ചാര ബോർഡുകളും എല്ലാം സ്പോൺസർ ചെയ്തതാണ്. സ്പോൺസേഴ്സിന്റെ പേര് അതിൽ തന്നെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന ഈ പന്തലിന്റെ ചെലവാണ്. ഏറ്റവും വലിയ ഹെഡ് എന്ന് പറയുന്നത് പന്തലും കസേരയും പാത്രങ്ങളും പോലുള്ള സാധനമാണ്. അതിന്റെ ചെലവും ഏതാണ്ട് ഭാഗികമായി സ്പോൺസർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇനിയും സ്പോൺസേഴ്സിന് കടന്നു വരാനുള്ള സാധ്യത ഇപ്പോഴും ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. ഞാൻ നിങ്ങളെ ആദരപൂർവ്വം സ്പോൺസർ ചെയ്യാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ 100% ക്യാഷ് ലെസ് ഓർഗനൈസിംഗ് കമ്മിറ്റി ആയിരിക്കും ഇവിടെ പ്രവർത്തിച്ചതെന്ന് നമുക്ക് അഭിമാനപൂർവ്വം പറയാൻ പറ്റും. ഏതായാലും നമ്മളിവിടെ ഈ സമാപന സമ്മേളനത്തിൽ ആദ്യമായി നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ നമ്മുടെ ഓർഗനൈസിംഗ് കമ്മിറ്റിയുടെ ടാസ്ക് ഫോഴ്സുകളുടെ നിയന്ത്രകർ, നേതാക്കന്മാർ ഇവിടെ വേദിയിൽ നിരന്നിരിപ്പുണ്ട്. അവര് എങ്ങനെയൊക്കെയാണ് ഇന്നത്തെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയതെന്നും അതിലെന്ത് പോരായ്മകൾ സംഭവിച്ചുവെന്നും അതെന്തുകൊണ്ട് സംഭവിച്ചുവെന്നും അല്ലെങ്കിൽ എന്ത് മേന്മ ഉണ്ടായെന്നും അവരുടെ റിപ്പോർട്ടിലൂടെ നമ്മളോട് പറയും. നിങ്ങളുടെ അംഗീകാരത്തിന് വേണ്ടി ഓരോ കമ്മിറ്റിയും സ്വന്തമായിട്ട് അവരവരുടെ റിപ്പോർട്ട് ഇപ്പോൾ അവതരിപ്പിക്കും ഇവിടെ. അതിനുശേഷം നമ്മുടെ ഫിനാൻസ് കമ്മിറ്റിയുടെ കൺവീനർ ചാർട്ടേഡ് അക്കൗണ്ടന്റ് മനോജ് വരവ് ചെലവ് കണക്കിന്റെ ഒരു ഏകദേശ രൂപം നിങ്ങളുടെ അംഗീകാരത്തിന് വേണ്ടി അവതരിപ്പിക്കും. സാധാരണ ഇങ്ങനെയുള്ള സമ്മേളനങ്ങളും പരിപാടികളൊക്കെ കഴിഞ്ഞാൽ മാസങ്ങൾ കഴിഞ്ഞാൽ പോലും കണക്കുകൾ ഹാജരാക്കാൻ കഴിയില്ല എന്നുള്ള അവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായി കണക്കിപ്പിള്ളമാരായ നമ്മളുടെ ഈ സമ്മേളനം അവസാനിക്കുന്നതിന് മുമ്പേ സമ്മേളനത്തിന്റെ കണക്കുകൾ അവതരിപ്പിക്കുന്ന ചുമതല കൂടി ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. പിന്നീട് നടക്കാനുള്ളത് നേരത്തെ ഹരികുമാർ ഇവിടെ സൂചിപ്പിച്ച കണക്ക് വരുന്ന വർഷം എന്ന് പറയുന്നത് കൊമേഴ്സിന്റെ 70ാം വാർഷികമാണ്. അതിലേറെ നമ്മുടെ PG MCOM ആരംഭിച്ചതിന്റെ സുവർണ ജൂബിലി വർഷം കൂടിയാണ്. അങ്ങനെ അത് ആഘോഷിക്കുന്നതിന് വേണ്ടി സംഘടിപ്പിക്കപ്പെടേണ്ട പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്ന് നിർദ്ദേശിക്കുന്നതിനും അതിനാവശ്യമായ സഹായ സഹകരണങ്ങളും നേതൃത്വപരമായ സഹകരണങ്ങളും നൽകുന്നതിനും വേണ്ടി നമ്മുടെ ഇന്ന് ഇവിടെ കൂടിയ ഈ മെഗാ അലൂമിനിക്ക് ഒരു ഭരണസമിതി ഉണ്ടാവണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ആ ഭരണസമിതിയിലേക്ക് പ്രതിനിധികളെ നോമിനേറ്റ് ചെയ്യാനായിട്ട് ബാച്ച് അലൂമിനികളോട് രാവിലെ നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു. ആ നോമിനേഷൻ ഇവിടെ നമ്മൾ സ്വീകരിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഭരണസമിതിയെ തെരഞ്ഞെടുക്കേണ്ടതുകൂടി ഉണ്ട്. അതുകൂടെ ചെയ്തതിനു ശേഷം നമുക്ക് ഇവിടുന്ന് പിരിയാം. തൽക്കാലത്തേക്ക് ഞാൻ ഈ സെഷനിന്റെ ഉദ്ദേശത്തെക്കുറിച്ചുള്ള ഈ പ്രഭാഷണം ഇവിടെ അവസാനിപ്പിക്കുന്നു. റിപ്പോർട്ടുകൾ അവതരിപ്പിക്കാൻ വേണ്ടി
കമ്മിറ്റി കൺവീനർമാരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സംഘാടക സമിതിയുടെ വൈസ് ചെയർമാനും ഇന്നിവിടെ നടന്ന മനോരഞ്ജകമായ പരിപാടികൾ കോർത്തിണക്കിയതിന്റെ സംവിധായകനുമായ അഡ്വക്കേറ്റ് മനോജ്. ബഹുമാനരായ അധ്യാപകർ, പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തെക്കുറിച്ചുള്ള ഒരു പത്രവാർത്ത അനിൽകുമാർ സാറിൻ്റെ കണ്ടപ്പോൾ ഞാൻ സാറിനെ വിളിച്ചു. അപ്പോൾ ഒരു ഡേറ്റ് പറഞ്ഞു, മീറ്റിങ്ങിന് വരണം എന്ന് പറഞ്ഞു. മീറ്റിങ്ങിന് വന്നപ്പോൾ ശരിക്കും നമുക്ക് ആദ്യത്തെ മീറ്റിങ്ങിൽ ഞങ്ങൾ അന്തവും കുന്തവും ഇല്ലാത്ത അവസ്ഥയിലായിരുന്നു. ഇത് എങ്ങനെ ഓർഗനൈസ് ചെയ്യും എന്നുള്ളതിനെക്കുറിച്ച് ഒരു ധാരണയുണ്ടായിരുന്നില്ല. നമ്മളവിടെ ഒരു വിശദമായ ചർച്ചകൾ നടത്തി. അടുത്ത മീറ്റിങ്ങിലേക്ക് പോയി. അങ്ങനെ കുറേ രൂപരേഖകളുണ്ടായി. നിരന്തരമായ മീറ്റിങ്ങുകൾ നടന്നു. ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ നടക്കുവാൻ കഴിഞ്ഞു. ഇതിൽ ഓരോ സെഷൻ പ്ലാൻ ചെയ്യുമ്പോഴും നമുക്ക് ആശങ്കയായിരുന്നു, ആ സെഷൻ എങ്ങനെ നടക്കും. പക്ഷെ വളരെ കൃത്യമായി അത്ഭുതപ്പെടുത്തുന്നത്, നമ്മളെ 60ഓളം അധ്യാപകരെ ആദരിച്ചു. നമ്മൾ ആലോചിച്ചത് 1 മിനിറ്റ് വേണ്ടേ ഒരാളെ ആദരിക്കാൻ? അങ്ങനെയാണെങ്കിൽ 60 പേർക്ക് 60 മിനിറ്റ് ഏറ്റവും കുറഞ്ഞത് വേണം എന്നുള്ളതാണ്. 40 മിനിറ്റ് കൊണ്ട് ജൂബിലി ടീച്ചറും ബാലേന്ദ്ര സാറും കൂടി ആദരവ് തീർത്തു. അപ്പോൾ എല്ലാ സെഷൻസും അത്ര ഗംഭീരമായി. നൊസ്റ്റാൾജിയ നമ്മളൊരു സ്ക്രീൻ പ്ലേ തയ്യാറാക്കിയതല്ല. നമ്മൾ നൊസ്റ്റാൾജിയയുടെ സെഷൻ നമ്മളൊരു ചർച്ചയിൽ പറഞ്ഞു, മനോജ് തന്നെ ചെയ്തോളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആലോചിച്ചത് കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ച് തുടങ്ങാം എന്നുള്ളതാണ്. പക്ഷെ തുടങ്ങി വന്നപ്പോൾ ഓരോരുത്തരും അത് ടേക്കപ്പ് ചെയ്തു. വളരെ ഗംഭീരമായി. രഞ്ജിത്ത് ചേട്ടനൊക്കെ വളരെ നന്നായി സഹകരിച്ചു. എന്തായാലും ഇവിടെ എത്താൻ പറ്റി. ഈ മൈറ്റി കോമേഴ്സ് ഇവാലുവേഷനെ സംബന്ധിച്ച് എനിക്ക് ഒരു കാര്യം മനസ്സിലായത്, അത് എല്ലാവരുടെ കാര്യത്തിൽ ശരിയാണെന്ന് എനിക്കറിയില്ല. നിരന്തരമായി ക്ലാസ്സിൽ കയറിയിരുന്നവരെക്കാൾ മിക്കവാറും ക്ലാസ്സിൽ കയറാത്തവരാണ് ഇവിടെ കൂടുതൽ വന്നതും ഈ പരിപാടികൾ ആസ്വദിച്ചിട്ടുള്ളതും. ഞാൻ ക്ലാസ്സിൽ കയറുന്നതിൽ വളരെ പിൻപിലായിരുന്ന ആളാണ്. മൊത്തം അറ്റൻഡൻസ് വേണ്ട 10-17 വരുള്ളായിരുന്നു. പക്ഷേ ടീച്ചേഴ്സിനൊക്കെ നമ്മളെ കണ്ടാൽ തിരിച്ചറിയുമായിരുന്നു. ആ സ്നേഹബന്ധം അവരുമായിട്ട് ഇപ്പോഴും ഉണ്ട്. പൊതുവെ എല്ലാവരും വന്ന ആളുകളൊക്കെ, ഞങ്ങളുടെ ബാച്ചിൽ തന്നെ വന്ന ആളുകളൊക്കെ ഒട്ടും ക്ലാസ്സിൽ കയറാത്ത ആളുകളാണ്. ജനറൽ സെക്രട്ടറി ആയിരുന്ന സുധീരൻ വന്നു, അവൻ ക്ലാസ്സിൽ കയറിയിട്ടേ ഇല്ല. പരമേശ് വന്നു. പരമേശ് ബികോമിലാണോ എന്ന് പരമേശിനോട് പലപ്പോഴും ആളുകൾ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ പല ആളുകൾ വന്നവരെല്ലാം തന്നെ ക്ലാസ്സിൽ കയറാത്ത ടീമാണ്. സുഭാഷിനോട് ബികോമിലാണെന്ന് ഇപ്പോഴും ടീച്ചർമാർക്ക് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല, സയൻസിലാണെന്നാണ് ധാരണ. അപ്പോൾ അത്തരം ആളുകളൊക്കെ വന്നു. അങ്ങനെ പല ആളുകളും പല ബാച്ചുകളിൽ നിന്ന് വന്നവരൊക്കെ ക്ലാസ്സിൽ കയറാത്തവരായിരുന്നു. എന്ന് വെച്ചാൽ എല്ലാവരും ക്ലാസ്സിൽ കയറാതിരിക്കണം എന്നല്ല, പക്ഷേ ഒരു കോളേജിൻ്റെ സ്വാതന്ത്ര്യവും ആ സൗന്ദര്യമൊക്കെ നുകർന്ന ആളുകളാണ്. എനിക്ക് ഈ മൈറ്റി കോമേഴ്സ് സംഘാടക സമിതിയുടെ മുമ്പിൽ വെക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശം, മിനിമം 2 വർഷം കൂടുമ്പോഴെങ്കിലും നമ്മൾ ഇതുപോലൊരു മഹാസംഗമം സംഘടിപ്പിക്കണം. അല്ലേ? ശരിയല്ലേ? യെസ്. അല്ല, അങ്ങനെ അല്ലെന്നുണ്ടോ? ഒന്ന് ഒച്ചത്തിൽ പറഞ്ഞേ. യെസ് യെസ്. അടുത്ത 2 വർഷത്തിന് ശേഷമുള്ള മീറ്റിന്റെ ഡേറ്റ് നമുക്ക് ഇപ്പോഴേ തീരുമാനിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വിദേശ രാജ്യങ്ങളിലൊക്കെ ആളുകൾക്ക് അവരുടെ ലീവൊക്കെ അറേഞ്ച് ചെയ്ത് വരാൻ കഴിയും. അത് നമുക്കൊരു വളരെ പ്ലാൻ ചെയ്ത് 2 വർഷത്തിലൊരിക്കൽ നമ്മളിങ്ങനെ കാണാൻ പറ്റണം. ഒരുപക്ഷെ ഈ നമ്മൾ പ്രായമുള്ള ആളുകളിലേക്ക് പോലെയല്ല, അടുത്ത 2 വർഷം കഴിയുമ്പോൾ നമ്മൾ ആരൊക്കെ ഉണ്ടാകും ലോകത്തൊന്നും അറിയത്തില്ല. അതുകൊണ്ട് ഉള്ളത്രയും കാലം നമ്മളൊക്കെ തമ്മിൽ പരസ്പരം കാണാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുന്നത് നന്നായിരിക്കും. എല്ലാ വർഷവും അവരുടെ ബാച്ച് കൂടട്ടെ. 2 വർഷത്തിലൊരിക്കൽ നമ്മൾ മൈറ്റി കോമേഴ്സ് മഹാസംഗമങ്ങൾ സംഘടിപ്പിക്കാൻ കഴിയട്ടെ. അനിൽകുമാർ സാറ് ഒരുപക്ഷെ ഇത് കേട്ടാൽ തന്നെ പാടിക്കും. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് സാറ് ഉറങ്ങിയിട്ടില്ല. സാറിൻ്റെ ഊണിലും ഉറക്കത്തിലും ഈ മീറ്റായിരുന്നു. സാറ് വളരെയധികം പെയിൻ എടുത്തിട്ടുണ്ട്. നടരാജൻ സാറ്, ബാലേന്ദ്ര സാറ്, ഉണ്ണികൃഷ്ണൻ സാറ്, നമ്മുടെ മിനർവായിലെ രാമചന്ദ്രൻ സാറ് ഒക്കെ വളരെ പെയിൻ എടുത്തിട്ടാണ് ഉള്ളത്. എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായി ഈ സംഘാടക സമിതി ഇതുവരെ നടത്തിയ പ്രവർത്തനങ്ങളൊക്കെ ഗംഭീരമായിരുന്നു. നടരാജൻ സാർ എന്നോട് പറഞ്ഞത്, മോനെടാ, ഞാൻ ഇപ്പോൾ ഇനാഗുറൽ സെഷൻ്റെ ആദ്യത്തെ ഒരു സെഷൻ കഴിഞ്ഞപ്പോൾ എനിക്കൊരു ചെറിയ പേടി തോന്നി, ഇത് എങ്ങോട്ടാണ് പോകുന്നത്. പക്ഷെ അത് കഴിഞ്ഞ് നമ്മളങ്ങ് അടിച്ചു കയറിയാണ്ട് സൂപ്പർ ഹിറ്റ് സിനിമ പോലെ, ഇപ്പം പ്രേമം റിലീസ് ചെയ്ത് നിൽക്കുന്ന പോലെയാണ് നമ്മൾ റിലീസ് ചെയ്ത് നിൽക്കുന്നത് എന്നാണ് പറഞ്ഞത്. എനിക്കും തോന്നുന്നുണ്ട് പ്രേമം പോലെയാണെന്ന്. പക്ഷെ അത് കഴിഞ്ഞ് ഇപ്പം 2 ദിവസം തിയേറ്റർ അടച്ചിട്ടതിൻ്റെ ആണെന്ന് തോന്നുന്നു. ആള് തീരെ കുറഞ്ഞു പോയിട്ടുണ്ട്. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ കൊമേഴ്സ് എന്ന് പറയുന്ന എൻ്റെ സ്ഥാപനം എന്നോട് പുലർത്തിയിട്ടുള്ള വലിയ ഉത്തരവാദിത്വമുണ്ട്. ഈ വേദിയിൽ നിൽക്കുമ്പോഴും എല്ലാ വേദിയിലും നിൽക്കുമ്പോഴും എൻ്റെ പ്രിയങ്കരനായ അധ്യാപകൻ, എൻ്റെ ജീവിതത്തിലും എൻ്റെ വ്യക്തി ജീവിതത്തിലും ഒക്കെ വഴികാട്ടിയായിരുന്ന
സുബ്രഹ്മണ്യ സാറിനെ കുറിച്ചുള്ള ഓർമ്മകൾ എനിക്ക് പങ്കുവയ്ക്കാതിരിക്കാൻ കഴിയില്ല. എൻ്റെ ഗുരുനാഥൻ, എൻ്റെ മെൻറ്റർ, എനിക്കൊരു ജീവിതത്തിലൊരു പ്രശ്നം ഉണ്ടായാൽ ഞാൻ ആദ്യം ഫോൺ ചെയ്തിരുന്നത് സാർ സുബ്രഹ്മണ്യ സാറിനെയാണ്. അത് അദ്ദേഹം മരിക്കുന്നത് വരെ തുടർന്നു പോയിരുന്നു. ആ വേദനിപ്പിക്കുന്ന ഓർമ്മകൾക്ക് മുമ്പിൽ ശിരസ് നമിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. പ്രോഗ്രാം കമ്മിറ്റിയുടെ കൺവീനർ ശ്രീ രാജേഷ്. പ്രിയമുള്ളവരെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. ഈ ക്ലോസിംഗ് സെഷനിൽ വളരെ ചുരുങ്ങിയ ലെവലിൽ ഇവിടെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞതാണ്. എന്തൊക്കെ നമ്മൾ വാമപ്പ് ചെയ്തു, എന്തൊക്കെ ചാർട്ട് ചെയ്തു, അതെല്ലാം എക്സിക്യൂട്ട് ചെയ്ത കാര്യങ്ങൾ ഇവിടെ ഏകദേശം എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഒരു പ്രോഗ്രാം കമ്മിറ്റി ഈ മെഗാ മീറ്റിനെ വിലയിരുത്തുന്നത് ഒരു ഒത്തൊരുമയുടെ വിജയമായിട്ടാണ് കാണുന്നത്. തീർച്ചയായിട്ടും ഞാനോ നീയോ എന്നൊരു വേർഡ് ഇവിടെ ഉണ്ടായിരുന്നില്ല. നമ്മൾ എന്ന ഒരു പദം മുന്നിൽ കണ്ടുകൊണ്ട് ഒരുമിച്ച് മുന്നേറിയ ഒരു വർക്കിൻ്റെ വിജയമാണ് നമ്മളിവിടെ കണ്ടത്. തീർച്ചയായിട്ടും എല്ലാ കമ്മിറ്റികളും നന്നായിട്ട് വർക്ക് ചെയ്തു. വളരെ എന്താ പറയുക, കഷ്ടപ്പെട്ട് ജോലിക്ക് പോലും പോകാതെ ഇവിടുത്തെ സജീവമായിരുന്നു പലരും. കമ്മിറ്റിക്കാർ മാത്രമല്ല, ദൂരത്തിരുന്നവർ പോലും പല രീതിയിൽ നമ്മളെ ഫോണിൽ കൂടി വിളിച്ച് നിർദ്ദേശങ്ങൾ നൽകുകയും, അപ്പം എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് പിടിച്ച നേടിയെടുത്ത ഒരു വിജയമാണ്. ഈ വിജയം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. ബാക്കിയുള്ള നിർദ്ദേശങ്ങളെല്ലാം ഏറെക്കുറെ ഇവിടെ വന്നു കഴിഞ്ഞു. പിന്നെ ഒരു ചെറിയ ഒരു സജഷൻ നമ്മുടെ കൊമേഴ്സുമായിട്ട് ബന്ധപ്പെടുത്തി പറയാൻ പറ്റുമോ എന്നറിയില്ല. ഡിസാസ്റ്റർ മാനേജ്മെന്റ്, പ്രകൃതിക്ഷോഭം നമ്മൾക്ക് ഒരിക്കലും വിലയിരുത്താൻ പറ്റാത്ത രീതിയിലുള്ള ക്ഷോഭങ്ങളെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം പ്രളയത്തിൻ്റെ കെടുതികൾ എപ്പോഴും നമുക്കിവിടെ ഉണ്ടാകാറുണ്ട്. മറ്റ് ഭൂമികുലുക്കമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് തീർച്ചയായിട്ടും വരത്തില്ല എന്ന് വിശ്വസിക്കാം. ഈ പ്രളയം വന്നു കഴിയുമ്പോൾ ആലപ്പുഴ അനുഭവിക്കുന്ന ആ വീർപ്പുമുട്ട്, ആ പ്രളയത്തിലൂടെ ടൂറിസത്തിനുണ്ടാകുന്ന ബുദ്ധിമുട്ട്, അതെങ്ങനെ ഒഴിവാക്കാം, ആ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആലപ്പുഴയിലെ നിവാസികൾക്ക് പറഞ്ഞു കൊടുക്കുക, അവരൊക്കെ ബോധവൽക്കരിക്കുക. അതിന് ഈ മൈറ്റി കൊമേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും? ആ പ്രളയം ദൂരീകരിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ അളവ് തോത് കുറയ്ക്കുക, അതിനെന്ത് ചെയ്യാൻ പറ്റും? അതും കൂടെ നമ്മുടെ ഈ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തണമെന്ന് വിനയ പുരസ്സരം. ഇത് എൻ്റെ 87-90 ബാച്ചിൽ വന്ന ഞങ്ങളൊരു 60 കുട്ടികളോളം വന്നിരുന്നു. എനിക്ക് തോന്നുന്നു ഇന്ന് വന്നതിൽ ഏറ്റവും മെമ്പേഴ്സ് ഞങ്ങളുടെ ബാച്ചായിരുന്നു. 60 കുട്ടികളോളം ഞങ്ങൾ പങ്കെടുത്തിരുന്നു. അപ്പോൾ അവിടെ ഉരുത്തിരിഞ്ഞ ഒരു സന്ദേശമാണ്, അതും കൂടെ ഉൾപ്പെടുത്തണമെന്ന് വിനയ പുരസ്സരം അപേക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഈ വിജയാശംസകൾ നമ്മൾ എല്ലാവരും കൂടെ നേടി എടുത്ത ഈ വിജയത്തിന് അതിൽ സന്തോഷം ഒരിക്കൽ കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നമസ്കാരം. രാജസ്വാമി, ഫുഡ് കമ്മിറ്റി. രാജസ്വാമിയെ പറ്റി ഒരു വാക്ക് പറയേണ്ടത്, 18 വയസ്സ് മുതൽ 92 വയസ്സ് വരെ ഉള്ള ഇവിടുത്തെ അംഗങ്ങൾക്ക് ഒരു അപകടവും കൂടാതെ ഭക്ഷണം രുചികരമായി മനസ്സും വയറും നിറഞ്ഞു കൊടുക്കുവാൻ അദ്ദേഹം കാട്ടിയ ഔചിത്യം, എല്ലാവരും സന്തോഷപൂർവ്വം ആഹാരം കഴിച്ചു. വളരെ സംതൃപ്തമായ മുഖഭാവത്തോടുകൂടി ശരീരഭാഷകളോടുകൂടി ഇവിടം വിട്ടു പിരിഞ്ഞു. അതിൻ്റെ മുഴുവൻ ബഹുമതിയും രാജസ്വാമിയും അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ച അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും. അദ്ദേഹത്തെ നമുക്ക് കേൾക്കാം. ബഹുമാന്യ സദസ്യരെ, ഫുഡ് കമ്മിറ്റി ഫുഡെന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ HOD എൻ്റെ പേര് നിർദ്ദേശിക്കുകയും അവിടെ ഇരുന്നവരെല്ലാവരും അത് കൈയടിച്ച് പാസ്സാക്കുകയും ചെയ്തു. അപ്പോൾ എന്നിലുള്ള വിശ്വാസം കാത്തുരക്ഷിക്കണം. കൂടാതെ ഈ മെഗാ മീറ്റ് വളരെ നല്ല രീതിയിൽ നടക്കണം എന്നുള്ള സതുദ്ദേശത്തോടു കൂടി ഇവിടുള്ള പല കമ്മിറ്റികളിലും ഞാനും ദേവരാജും അതിക്രമിച്ച് കടന്നിട്ടുണ്ട്. അതിലെന്തെങ്കിലും വിഷമം
തോന്നിയിട്ടുണ്ടെങ്കിൽ അതാത് കമ്മിറ്റിക്കാർ ഞങ്ങളോട് ക്ഷമിക്കണം. ഗുരുക്കന്മാരെ കാണാനുള്ള ഒരവസരം അലുമിനി റെപ്രസെൻ്റ് ചെയ്ത് എനിക്കും ദേവരാജനും വാലയത്തിനും ആ ഒരു ചാൻസ് കിട്ടുകയും എല്ലാ ഗുരുക്കന്മാരെയും കണ്ട് അവരുടെ ആശീർവാദം വാങ്ങുവാനും ഉള്ള ഒരവസരം ഉണ്ടാക്കി തന്നതിന് ഈ സംഘാടക സമിതിയോട് എൻ്റെ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുകയാണ്. ഫുഡിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ആദ്യം ബാലചന്ദ്രൻ സാറ് പറഞ്ഞത് നമുക്ക് ബിരിയാണി കൊടുത്താൽ മതി എന്നുള്ള. അപ്പോൾ ഞാൻ വളരെ ബാലചന്ദ്രനോട് കയർത്ത് തന്നെയാണ് പറഞ്ഞത്. ആ മീറ്റിങ്ങിൽ 2 മീറ്റിങ്ങേ കൂടിയുള്ളൂ. പറ്റുകയില്ല, നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറി കൊണ്ടുള്ള ആഹാരം കൊടുക്കണം എന്നുള്ള നമ്മുടെ ഇൻറ്റൻഷൻ അറിയിക്കുകയും അതിന് അനുവാദം തരികയും നമ്മൾ ഉദ്ദേശിച്ച കണക്കിൽ 3000 വരും, 1500 വരും, 500 വരും എന്നുള്ളതെല്ലാം കണക്ക് കൂട്ടിക്കൊണ്ട് നമ്മളൊരു 1000 ടാർഗറ്റ് ഇട്ട് പോവുകയും അതിൽ ഏകദേശം 1000-1200 പേരോളം ഇന്ന് ഫുഡ് കഴിക്കാൻ വരികയും ഒന്നും അധികം വേസ്റ്റായിട്ടില്ല. ഒരു 25-30 പേരുടെ ഫുഡ് മാത്രമേ വേസ്റ്റായിട്ടുള്ളൂ. അതിന് ഫുഡ് കമ്മിറ്റിയുടെ പ്രവർത്തനത്തിന് സഹായിച്ച ഇവിടുത്തെ ബികോം വിദ്യാർത്ഥിനികൾക്കും, അതായത് ഞാൻ ചുമ്മാ ആ ഫുഡ് അടുക്കളയിൽ നിന്നേ ഉള്ളൂ, ഓരോ സാധനങ്ങളും ഇവിടെ എത്തിക്കുവാനും അത് ചിട്ടയോടുകൂടെ വിളമ്പുവാനും സഹായിച്ച ആ വിദ്യാർത്ഥിനികൾക്കും അതിന് നേതൃത്വം കൊടുത്ത അധ്യാപകർക്കും ഫുഡ് കമ്മിറ്റിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. പിന്നെ 70-73 ബാച്ചാണ് ഞങ്ങളുടെ ബാച്ച്. ഞങ്ങളൊരു അതിക്രമം ഇന്ന് കാണിച്ചു. ഒരു 8 പേജുള്ളൊരു ഇത് പ്രസിദ്ധീകരിച്ചു. അതായത് ഓണത്തിൻ്റെ ഇടയ്ക്ക് പുട്ട് കച്ചവടം അതുപോലെയാണ്. അത് ഞങ്ങൾ ചെയ്തതിൻ്റെ കാരണം ബാക്കിയുള്ള അലുമിനികളും ഇത് ഒത്തുചേരണം എന്നുള്ളൊരു സദുദ്ദേശത്തോടു കൂടിയാണ് ആ ബുക്ക് ഇറക്കുകയും അതിൽ ഞങ്ങൾ ആവശ്യപ്പെട്ട ഒരു കാര്യം സപ്തതി വർഷം വളരെ ഗംഭീരമായി നടത്തണം എന്നുള്ള ആ അപേക്ഷ അത് അംഗീകരിച്ച ഈ കമ്മിറ്റിക്കും ഫുഡ് കമ്മിറ്റിയുടെ പേരിൽ 70-73 ബാച്ചിൻ്റെ പേരിലും സന്തോഷം അറിയിക്കുകയാണ്. ഞാൻ വിഷയത്തിൽ നിന്ന് കടക്കുകയാണെന്ന് വിചാരിക്കരുത്. ഇവിടെയുള്ള ആലപ്പുഴയുടെ വികസനത്തിനെക്കുറിച്ച് കുറച്ച് പേര് ഇവിടെ പറഞ്ഞിട്ട് പോയി. എൻ്റെ കാഴ്ചപ്പാടിൽ, ഞാനൊരു സാധാരണ ജനം എന്നുള്ള കാഴ്ചപ്പാടിൽ നമ്മളെല്ലാവരുടെയും കുറ്റങ്ങൾ അവരുടെ രാഷ്ട്രീയക്കാരുടെ പേരിലും ഉദ്യോഗസ്ഥൻ്റെ പേരിലും പഴി ചാരാതെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യമാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഒരു ചെറിയ ഉദാഹരണം പറയാം. ഒരു ബാങ്കിങ് മേഖലയിലാണെങ്കിലും ഇൻഷുറൻസ് മേഖലയിലാണെങ്കിലും അവിടെ പല ഡിപ്പാർട്ട്മെൻറ്റിലും ഏജൻസി സിസ്റ്റം ഇപ്പോഴും നിലവിലുണ്ട്. ആ ഏജൻസി സിസ്റ്റമെങ്കിലും നമ്മുടെ പുതിയ പഠിച്ചിറങ്ങുന്ന, അതായത് ഇപ്പം ഒരു ഇൻഷുറൻസിൽ, അതായത് LICയുടെ ഇൻഷുറൻസ് അല്ല, ബാക്കിയുള്ള ഇൻഷുറൻസിൽ അവിടെ നിന്ന് റിട്ടയർ ചെയ്ത ആളുകൾ അവരുടെ ഭാര്യമാരുടെ പേരിലും മറ്റും ഏജൻസി എടുത്തുകൊണ്ട് നടക്കുന്ന ആ ഒരു പുതിയതായിട്ട് ഇറങ്ങുന്ന നമ്മളുടെ അലുമിനികളിൽ പ്രവർത്തിക്കുന്നവർ, ആ ഹെഡായിട്ടിരിക്കുന്നവർ, നമ്മളുടെ പുതിയ അംഗങ്ങൾക്ക്, ഇപ്പോൾ പഠിച്ചിറങ്ങുന്ന അംഗങ്ങൾക്ക് ആ ഇൻഷുറൻസിൻ്റെ ഏജൻസിയെക്കുറിച്ച് മനസ്സിലാക്കുക. അല്ലെങ്കിൽ നമുക്കൊരു പുതിയ വ്യവസായം തുടങ്ങാൻ പറ്റുമോ എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക. അങ്ങനെ നമ്മൾ സ്വയം നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതിനെക്കുറിച്ച് ഈ കമ്മിറ്റി ആലോചിച്ചാൽ നമ്മൾ ഇതിൽ നിന്ന് ഒരു ഇഞ്ചെങ്കിലും നമ്മൾ മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്നുള്ള ഒരു അഭ്യർത്ഥന കൂടെ വെച്ചുകൊണ്ട് എന്നെ സഹായിച്ച ഈ
ഫുഡ് കമ്മിറ്റിയെ സഹായിച്ച എല്ലാ കമ്മിറ്റികൾക്കും അധ്യാപകന്മാർക്കും കുട്ടികൾക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സാധാരണ സമ്മേളനങ്ങൾ കഴിയുമ്പോൾ കണക്ക് കേൾക്കുവാൻ നാളുകൾ കാത്തിരിക്കെ സംഘാടകർ മുങ്ങുന്ന നാട്ടിൽ ഇവിടെ സമാപന സമ്മേളനത്തോടൊപ്പം ഇതുവരെ നടന്ന ചെലവ് കണക്കപ്പിള്ളമാരുടെ സമ്മേളനത്തിൽ കണക്ക് കൃത്യമായി അവതരിപ്പിക്കുന്നത് ചാർട്ടേഡ് അക്കൗണ്ടന്റും സംഘാടക സമിതിയിൽ ഫിനാൻസ് കമ്മിറ്റിയുടെ ചുമതല വഹിക്കുന്ന ശ്രീ മനോജ് സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ കഴിഞ്ഞ 4 മാസത്തോളമായിട്ട് പല മീറ്റിങ്ങുകൾ കൂടി പല കമ്മിറ്റികളെ തിരഞ്ഞെടുത്തു. ഫുഡ് കമ്മിറ്റി, അതുപോലെ പ്രോഗ്രാം കമ്മിറ്റി, അതുപോലെ സ്റ്റേജ് കമ്മിറ്റി, അങ്ങനെ പല കമ്മിറ്റികളെ കൂടുതൽ കമ്മിറ്റികളിലും ആവശ്യത്തിന് ആളെ കിട്ടിയെങ്കിലും ഫിനാൻസ് കമ്മിറ്റിയിലാണ് ആൾ വളരെ കുറവ് വന്നത്. നമ്മൾ പറഞ്ഞവർ പലരും നമുക്ക് സമയത്ത് ഒരു പിരിവിന് പോകുന്നുള്ളൊരു ഇതിൽ പലരെയും കിട്ടാൻ ബുദ്ധിമുട്ടി. പക്ഷേ എന്നാൽ തന്നെയും ഇപ്പം അനിൽകുമാർ സാറും ബാലചന്ദ്രൻ സാറും ഒക്കെ വളരെ അധികം ഹെൽപ്പ് ചെയ്തു. ഞങ്ങൾ പലരെയും പോയി കാണുകയും സ്പോൺസറിങ്ങിന് വേണ്ടിയിട്ട് പലരെയും സമീപിച്ചപ്പോഴും വളരെ ഒരു മടിയും കൂടാതെ പലരും നല്ല രീതിയിലുള്ള സ്പോൺസറിങ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മളിത് വരുമാനമായിട്ട് പ്രധാനമായിട്ട് നമ്മൾ ഉദ്ദേശിച്ചിരുന്നത് നമ്മുടെ രജിസ്ട്രേഷൻ ഫീസാണ് ഒന്ന്. അത് ഓരോ ആളുടെയും ഒരു 100 രൂപ വെച്ച് രജിസ്ട്രേഷൻ ഫീസ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. പിന്നെ രണ്ടാമതായിട്ട് നമ്മൾ ബാച്ച് അലുമിനീസിൻ്റെ നിന്ന് അവരുടെ ഒരു വോളണ്ടറി കോൺട്രിബ്യൂഷനായിട്ടൊരു എമൗണ്ട് വാങ്ങിക്കുക എന്നുള്ള രീതിയിൽ നമ്മൾ രണ്ടാമത്തെ ഒരു വരവായിട്ട് കണ്ടിരുന്നത്. പിന്നെ ഒന്ന് നമ്മുടെ ഇനി ഇതിൻ്റെ തുടർച്ചയായിട്ടൊരു സുവനീർ നമ്മൾ പുറപ്പെടുവിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അഡ്വർടൈസ്മെൻറ്റും അതുപോലെ തന്നെ ഈ പറഞ്ഞ സ്പോൺസർഷിപ്പും, അങ്ങനെ ആ 3 തരത്തിലുള്ള ഒരു വരവാണ് നമ്മൾ കണ്ടിരുന്നത്. വളരെ മോശമല്ലാത്ത രീതിയിലാണ് നമുക്ക് കണക്ക് വന്നിരിക്കുന്നത്. ഇപ്പോൾ ബാലൻ സാറൊക്കെ പറഞ്ഞ പോലെ ഇപ്പോൾ മുഴുവനായിട്ടുള്ള കണക്ക് എനിക്ക് ഇങ്ങോട്ട് പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്താ വെച്ചാൽ ഇനിയും പലതും വരാനും കിടക്കുന്നുണ്ട്. അതുപോലെ ചിലവുകളുടെ മുഴുവനായിട്ടും പല ബില്ലുകൾ വന്നാലേ അറിയാൻ പറ്റത്തുള്ളൂ. എന്നാലും ഏകദേശം ഒരു കണക്ക് എനിക്കിപ്പോൾ ഇവിടെ അവതരിപ്പിക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന പോലെ ഏകദേശം ഒരു 800 പേരോളം രജിസ്ട്രേഷൻ നമുക്ക് ഒഫീഷ്യലായിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ച് പേരുടെ രജിസ്ട്രേഷൻ കുറച്ച് പേര് വരാനുണ്ട്. രജിസ്ട്രേഷൻ നമുക്കിപ്പം ഇത് കഴിഞ്ഞിട്ട് അവരുടെ ലിസ്റ്റ് എടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്കങ്ങനെ മൊത്തമായിട്ടുള്ള ഒരു കൗണ്ടറിലുള്ള കളക്ഷൻ, ചെക്ക് ഉൾപ്പെടെയുള്ള കളക്ഷൻ ഏകദേശം 2,10,400 രൂപയോളം വന്നിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് ഈ സുവനീറിൻ്റെ കളക്ഷൻ വരാണ്ട്, അതിൻ്റെ എക്സ്പെൻസ് ഉണ്ട്. അതുപോലെ തന്നെ കുറച്ച് പേരൂടെ നമുക്ക് പല ബാച്ച് അലുമിനിസ് ചിലർ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഇനിയും ഓഫർ ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രധാനമായിട്ടുള്ള ഒരു ചിലവെന്ന് പറയുന്നത് ഫുഡായിരുന്നു. ഫുഡിൻ്റെ ഒരു സ്പോൺസറിങ് വന്നു. അതുപോലെ തന്നെ പന്തൽ ബസ് സ്പോൺസറിങ് വന്നതിൽ നമുക്ക് കുറച്ചുകൂടെയൊക്കെ വളരെ റെഡ്യൂസ്ഡ് റേറ്റിൽ കിട്ടി. നമ്മൾ ഏകദേശം 1,50,000 രൂപകളാണ് ആദ്യം പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അത് ഒരു ചെറിയൊരു സ്പോൺസറിങ് വന്നെന്ന് നമുക്ക് പറയാം. എന്താ വെച്ചാൽ നമ്മുടെ തന്നെ ഒരു അലൂമിനിയം തന്നെ വളരെ കുറഞ്ഞ റേറ്റ് ചെയ്തു തരാമെന്ന് പറഞ്ഞുള്ള രീതി വന്നുകൊണ്ട് അതും കുറച്ചുകൂടെയൊക്കെ റെഡ്യൂസ് ചെയ്യാൻ പറ്റി. അങ്ങനെ ഏകദേശം ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ഏകദേശം ഒരു 1,50,000 രൂപയോളം നമുക്കിവിടെ ഇപ്പോൾ ചിലവ് വന്നതായിട്ടാണ് കാണുന്നത്. അപ്പം ഏകദേശം 30,000 രൂപയോളം നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലും ഇപ്പോൾ ബാലൻസ് ആയിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ ഏകദേശം ഇപ്പോഴത്തെ കണക്കനുസരിച്ച് നമുക്ക് ഏകദേശം ഒരു 70,000-75,000 രൂപയോളം നമ്മുടെ ഒരു തുടർ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ള ഒരു ബാലൻസ് ആയിട്ട് കാണുന്നുണ്ട്. പക്ഷേ അത് മാത്രമല്ല, ഇനിയും നമുക്ക് സ്പോൺസറിംഗ് ആയിട്ട് നല്ലൊരു എമൗണ്ട് വരാൻ സാധ്യതയുണ്ട്. അത് നമുക്ക് അടുത്ത ഓരോരോ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാമെന്ന് തന്നെയാണ് നമ്മളുടെ പ്രതീക്ഷ. ശരി, നിർത്തുന്നു ഞാൻ. പ്രിയമുള്ളവരെ, മറ്റെല്ലാ കമ്മിറ്റികളും പിരിച്ചുവിടുമ്പോൾ ഇതുപോലെയുള്ള മഹാസമ്മേളനങ്ങളിൽ ഒരു കമ്മിറ്റി പ്രവർത്തിച്ചു തുടങ്ങും, സ്മരണിക കമ്മിറ്റി. ഇതുവരെ നടന്ന എല്ലാ മഹത് സംരംഭങ്ങളുടെയും സുവർണ മുഹൂർത്തങ്ങളുടെയും രേഖപ്പെടുത്തലാണ് നമ്മളുടെ സ്മരണിക ലക്ഷ്യമിട്ടിരിക്കുന്നത്. സാധാരണ സമ്മേളനങ്ങളിൽ ഒരു പുറംചട്ട പ്രകാശനം ചെയ്ത് ചടങ്ങ് നിർവഹിക്കുന്നതിനുപരിയായി ഇപ്പോൾ നടക്കുന്ന റിപ്പോർട്ടിംഗ് അടക്കമുള്ള വാർത്താശകലങ്ങളും
ചിത്രശേഖരങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളിൽ ഓരോരുത്തരുടെയും അനുഭവ സാക്ഷ്യവും അതിലേക്ക് ശേഖരിച്ച് ഡിസംബർ മാസത്തോടുകൂടി ഇവിടെ നടക്കുവാൻ, സെപ്റ്റംബറിൽ ഇവിടെ അന്തർദേശീയ നിലവാരത്തിൽ ഒരു സെമിനാർ സംഘടിപ്പിക്കുന്നുണ്ട്. അതിന് ശേഷം ഡിസംബറിലായിരിക്കാം ഒരു പക്ഷേ കേരളം കാത്തുനിൽക്കുന്ന രീതിയിലുള്ള ആലപ്പുഴ സനാതനധർമ്മ വിദ്യാശാലയിലെ മൈറ്റി കോമേഴ്സ് ഒരു ദേശത്തിൻ്റെ വികസനത്തിന്, ഒരു ദേശത്തിൻ്റെ പുനർജനിക്കായി നാടിന് സമർപ്പിക്കുവാൻ പോകുന്ന വികസന രേഖയുടെ ഒരു പ്രകാശനവും അതിൻ്റെ തുറന്ന ഒരു വലിയ ചർച്ചയും ഇവിടെ സംഘടിപ്പിക്കാൻ പോകുന്നത്. ഒരു പക്ഷേ ആ വേദിയിൽ വെച്ചാവാം ഈ സ്മരണികയുടെയും പ്രകാശനം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങളിൽ ഓരോരുത്തരിലും നിങ്ങളുടെയൊക്കെ മനസ്സിൻ്റെ ചെപ്പുകളിൽ സൂക്ഷിച്ചിരിക്കുന്ന വിലപ്പെട്ട മുത്തുകൾ ലേഖനങ്ങളായും കഥകളായും കവിതകളായും ഇവിടെ ശ്രീ അനിൽകുമാർ സാറിനെ ഏൽപ്പിക്കുകയാണെങ്കിൽ തുടർന്ന് അതിൻ്റെ മൂല്യനിർണയം നടത്തി യോജ്യമായ രീതിയിൽ പ്രസിദ്ധീകരിക്കുന്നതാണെന്ന് ഉറപ്പു നൽകുന്നു. അതിനുള്ള ഉത്തരവാദിത്വം ഈ സമിതി എന്നിൽ ഏൽപ്പിച്ചു. നിങ്ങളിൽ ഓരോരുത്തരുടെയും സഹകരണം എനിക്കുണ്ടാവണം. നല്ല ഒരു സ്മരണിക, കാലം കാത്തുനിൽക്കുന്ന, കാലത്തിൻ്റെ ഒരു സാക്ഷിയായി മാറുന്ന ഒരു രേഖ നമുക്ക് ഈ നാടിന് സമർപ്പിക്കാം എന്ന പ്രതീക്ഷയോടുകൂടി ശ്രീ ബാലചന്ദ്രൻ സാർ ഈ യോഗത്തിൻ്റെ ക്രോഡീകരണത്തിലേക്ക് കടക്കുന്നു. പ്രിയമുള്ളവരെ, ഇനി ഇവിടെ നടക്കാനുള്ളത് പുതുതായി രൂപീകരിക്കുന്ന മൈറ്റി കോമേഴ്സ് 46 മുതൽ 2015 വരെയുള്ള പൂർവ്വ വിദ്യാർത്ഥികളുടെ ഏകീകൃതമായിട്ടുള്ള ഒരു ഭരണ സമിതിയെയാണ്. ഇവിടെ ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് ഒരു പാനൽ രൂപീകരിച്ച് അവതരിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല. നമ്മൾക്ക് ഈ കൊമേഴ്സ് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയ്ക്ക് ഒരു പ്രസിഡന്റിനെ നോമിനേറ്റ് ചെയ്യാൻ കഴിയണം. 2 വൈസ് പ്രസിഡന്റുമാർ വേണം. അതിൽ ഒന്ന് ഒരു സ്ത്രീ തന്നെ ആയിരിക്കണം. ഒരു ജനറൽ കൺവീനർ അഥവാ ജനറൽ സെക്രട്ടറി വേണം. 4 സെക്രട്ടറിമാർ അദ്ദേഹത്തെ സഹായിക്കാനായിട്ട് ഉണ്ടാവണം. ഒരു ട്രഷറർ വേണം. ഇത്രയും ആൾക്കാർ ഇതിൻ്റെ ഫങ്ഷണൽ മേഖലയിലും അവർക്ക് ഉപദേശങ്ങൾ നൽകുന്നതിനും ഭാവി പരിപാടികൾ ചർച്ച ചെയ്ത് അത് രൂപം നൽകുന്നതിനും വേണ്ടി ഒരു 20 അംഗ പ്രവർത്തക സമിതിയെയും ഇവിടെ നിന്ന് നമുക്ക് നാമനിർദ്ദേശം ചെയ്യാൻ കഴിയണം. സ്വാഭാവികമായിട്ടും ഭരണസമിതിയിലെ പൊതു നോമിനേഷനുകൾ എന്ന് പറയുന്നത് ബാച്ച് അലുമിനികളിൽ നിന്ന് വന്നിട്ടുള്ള ലിസ്റ്റ് കൂടാതെ അത്തരത്തിൽ നിർദ്ദേശിക്കപ്പെടാതെ അല്ലെങ്കിൽ അത്തരത്തിൽ ബാച്ച് അലുമിനി കൂടാതെ നിൽക്കുന്ന ആൾക്കാരിൽ നിന്ന് ഒരു വോളണ്ടിയർ ചെയ്തിട്ടുള്ള ഞാൻ സന്നദ്ധമാണ് എന്ന രീതിയിലുള്ള സ്വയം നാമനിർദ്ദേശം ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ഇനിയിപ്പോൾ അടുത്ത ഘട്ടത്തിൽ ഉടനെ നടക്കേണ്ടത് ഈ പുതിയ കമ്മിറ്റിയുടെ നാമനിർദ്ദേശമാണ്. നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, ബാച്ച് അലുമിനികൾ കൂടിയെങ്കിലും വളരെ വ്യക്തമായ ഒരു നോമിനേഷൻ ഇതുവരെ ഇവിടെ ലഭിച്ചിട്ടില്ല. ഏതാണ്ട് ഉച്ചയ്ക്ക് ശേഷം അലുമിനികൾ കൂടി കൃത്യമായി റിപ്പോർട്ടുകൾ എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. തുടർന്ന് ഇവിടെ ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന നോമിനേഷനുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ രേഖപ്പെടുത്തുക. തുടർന്നുള്ളവ അലുമിനികളുമായി നേരിട്ട് ബന്ധപ്പെട്ട് വീണ്ടും ശേഖരിക്കാം. ഇപ്പോഴാരുടെയെങ്കിലും പേരുകൾ ഈ കൂട്ടത്തിൽ നിന്ന് നിർദ്ദേശിക്കപ്പെടാനുണ്ടെങ്കിൽ സദയം അവതരിപ്പിക്കുക.
നമ്മോടൊപ്പം എത്തിയിരിക്കുന്ന ആരെങ്കിലുമൊക്കെ സന്നദ്ധമായി മുൻപോട്ട് വരുമെങ്കിൽ അവരുടെ പേരുകൾ, അതല്ല മറ്റാരെയെങ്കിലുമാണ് നമുക്ക് നിർദ്ദേശിക്കുവാൻ താല്പര്യമെങ്കിൽ ആ പേരുകൾ ഇപ്പോൾ തന്നെ ഇവിടെ രേഖപ്പെടുത്താം. തുടർന്നുള്ളവയെ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ, കാരണം തുടർ പ്രവർത്തനങ്ങൾ ക്രമാനുഗതമായി നടപ്പെടുത്തണമെങ്കിൽ ഭരണസമിതി അനിവാര്യമാണ്. ശരി, അങ്ങനെയാണെങ്കിൽ നമ്മൾ സമയം കളയുന്നില്ല. നമുക്കിപ്പോൾ പുതുതായി വന്നിട്ടുള്ള നിർദ്ദേശം അനുസരിച്ച് ഏതായാലും ഇപ്പോൾ പ്രവർത്തിക്കുന്ന ഈ ഓർഗനൈസിംഗ് കമ്മിറ്റി അത് പിരിച്ചുവിടേണ്ടതുണ്ട്. കണക്കും റിപ്പോർട്ടും എല്ലാം വെച്ച് അത് പിരിച്ചുവിടേണ്ടതുണ്ട്. അത് പിരിച്ചുവിടാനായിട്ട് നമ്മൾ 2 ആഴ്ചക്കുള്ളിൽ ഈ ഓർഗനൈസിംഗ് കമ്മിറ്റിയുടെ പൊതുയോഗം വീണ്ടും വിളിക്കുന്നുണ്ട്. അവിടെ വെച്ച് പുതിയ ഭരണസമിതിയെ നോമിനേറ്റ് ചെയ്യുന്നതിന് ഞങ്ങളെ അധികാരപ്പെടുത്തിയാൽ മതിയാവും. 2 പേരുകൾ ഇതിനകം തന്നെ ഇവിടെ ലഭ്യമായിരിക്കുന്നു. 87-90 ബികോം ബാച്ചിൽ നിന്ന് ശ്രീ മാർട്ടിൻ, ശ്രീ രാജേഷ് എന്നിവരുടെ പേരുകൾ അവരുടെ സുഹൃത്തുക്കൾ ഇതിനകം ഇവിടെ നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. 91-93 ബാച്ചിൽ ബിജു ബി, നൌഫൽ ടി 2 സുഹൃത്തുക്കളുടെ പേരുകൾ ഇവിടെ ലഭ്യമായിരിക്കുന്നു. അപ്പോൾ ശരി, അടുത്ത ഓർഗനൈസിംഗ് കമ്മിറ്റിയിൽ വെച്ച് ഭരണസമിതി രൂപീകരിക്കും എന്നുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പിന് നിങ്ങൾ അംഗീകാരം നൽകിയതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഈ മഹാസംഗമത്തിന്റെ അവസാന ചടങ്ങിലേക്ക് നമ്മൾ കടക്കുകയാണ്. എഴുപത്തിയൊൻപത് 82 ബാച്ചുകളിൽ നിന്ന് ഈ സമാപന ചടങ്ങുകൾ നമ്മൾ എയർ ചെയ്യുന്നുണ്ട്. ഒഴിഞ്ഞ കസേരകൾ വെച്ചുകൊണ്ട് അങ്ങോട്ട് ക്യാമറ തിരിച്ചാൽ നാണക്കേടാവും. അതുകൊണ്ട് ഹാളിലിരിക്കുന്ന മുഴുവൻ സുഹൃത്തുക്കളും മുന്നോട്ട് വന്നിരിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. ബാലൻ സാറേ, മുൻപിലുള്ള കസേരകളിട്ട് 5 മിനിറ്റുള്ളിൽ നമുക്ക് പിരിയാം. അറുപത്തിയഞ്ച് 72 ബാച്ചിൽ നിന്ന് ശ്രീമതി സുജാത വിജയൻ, 69-76 ബാച്ചിൽ CV പീതാംബരൻ, 75-78 ബാച്ചുകളുടെ പ്രതിനിധികളായി ശ്രീ മജീദ്, ശ്രീ ഹരികുമാർ വാലേത്ത് എന്നിവരെ ഇവിടെ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു. ഇതിന്റെ സമാപന ക്രോഡീകരണത്തിനായി ശ്രീ ജി ബാലേന്ദ്രൻ സാറിനെ ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, കൂടുതൽ കാര്യങ്ങളൊന്നും പറയാനില്ല. ശ്രീമാൻ ഹരികുമാർ വാലാത്ത് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ള സോവനിയറിൻ്റെ പ്രവർത്തനങ്ങൾ അത് സജീവമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കണക്ക് നമ്മുടെ ഈ മഹാസംഗമ ഓർഗനൈസിംഗ് കമ്മിറ്റി സ്വന്തമായി ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. മൈറ്റി കോമേഴ്സ് SD College.in. നോട്ട് ചെയ്യുക, മൈറ്റി കോമേഴ്സ് SD College.in എന്ന് പറയുന്നത് ഈ ഓർഗനൈസിംഗ് കമ്മിറ്റിയുടെ ഔദ്യോഗിക വെബ്സൈറ്റാണ്. ആ വെബ്സൈറ്റിൽ നിങ്ങൾ അലൂമിനികൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നും രജിസ്റ്റർ ചെയ്ത്
ലോഗിൻ ചെയ്താൽ നിങ്ങളുടെ കൈവശമുള്ള പഴയ നൊസ്റ്റാൾജിയ ഉയർത്തുന്ന ഫോട്ടോഗ്രാഫ്സ്, അത് വീഡിയോകളാണെങ്കിലും കൊള്ളാം, ഫോട്ടോകളാണെങ്കിലും കൊള്ളാം, അത് നിങ്ങൾക്ക് അപ്ലിങ്ക് ചെയ്യാം. അതുകൂടാതെ അനുസ്മരണങ്ങൾ, സാഹിത്യ സൃഷ്ടികൾ, അതായത് കഥകൾ, കവിതകൾ, ഇങ്ങനെയുള്ളവയൊക്കെ അതിനകത്ത് നിങ്ങൾക്ക് അപ്ലിങ്ക് ചെയ്യാം. അത് ഉപയോഗപ്പെടുത്തണം. സ്വാഭാവികമായി നമ്മുടെ സോവനിയർ കമ്മിറ്റിയുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായി ആ വെബ്സൈറ്റിനോട് അനുബന്ധമായി കൊടുത്തിട്ടുള്ള സോവനിയർ എന്ന് പറയുന്ന ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ ഇതിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സൃഷ്ടികൾ ഏതൊക്കെയാണ് ഭാവിയിൽ അച്ചടിച്ചു വരാൻ പോകുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അപ്പോൾ തന്നെ കാണാൻ പറ്റും. ഓൺലൈൻ സോവനിയർ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് എന്ന് സാരം. 2, ഇന്ന് ഇവിടെ നടന്ന ഈ സമ്മേളനത്തിൻ്റെ മുഴുവൻ നടപടിക്രമങ്ങളും നമ്മൾ ഡിജിറ്റലായി റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് DVD രൂപത്തിൽ അയച്ചു തരാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. 1, 2, 3 DVD ആയിട്ടായിരിക്കും ഇതുണ്ടാക്കുക. 100 രൂപയാണ് അതിൻ്റെ വിലയായി ഈ സമിതി തീരുമാനിച്ചിട്ടുള്ളത്. അങ്ങനെ DVD പോസ്റ്റലിൽ കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവർ 100 രൂപ നമ്മുടെ ജനറൽ കൺവീനർ ഡോക്ടർ അനിൽകുമാറിന്റെ കൈവശം ഏൽപ്പിച്ച് നിങ്ങളുടെ അഡ്രസ്സ് കൂടി കൊടുത്താൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഈ DVD നിങ്ങൾക്ക് ലഭ്യമാകും. ഇനി അത് നിങ്ങൾ കാശ് കൊടുത്ത് വാങ്ങണമെന്നില്ല. ഇന്നിവിടെ നടന്ന മുഴുവൻ നടപടിക്രമങ്ങളും ലൈവായി വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞിരിക്കുകയാണ്. ആലപ്പി ന്യൂസ് .net പുറത്തവരുടെ വാഹനം കിടപ്പുണ്ട്. ആലപ്പി ന്യൂസ് .net എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് വീട്ടിൽ ചെന്ന ശേഷം ഇവിടെ നടന്ന മുഴുവൻ പരിപാടികളെയും കാണാൻ പറ്റും. അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. നിങ്ങൾക്ക് DVD ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഹാർഡ് ഡിസ്കിലോ നിങ്ങൾക്ക് സൂക്ഷിക്കാം. ഈ പരിപാടിയെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങളും പോരായ്മകളും വിമർശനങ്ങളും ഒക്കെ ഞങ്ങളുടെ വെബ്സൈറ്റ് വഴി നിങ്ങൾ അയച്ചു തരും എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. പലരും ഏറ്റെടുക്കാൻ ധൈര്യം കാണിച്ചിട്ടില്ലാത്ത ഈ യജ്ഞം ഏറ്റെടുത്ത് നടപ്പാക്കിയപ്പോൾ ഞങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ള കുറവുകളും പോരായ്മകളും വീഴ്ചകളുമൊക്കെ നിങ്ങൾ സ്നേഹപൂർവ്വം ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു തരണം എന്നും കൂടി അപേക്ഷിക്കുകയാണ്. ഭാവി പ്രവർത്തനങ്ങളിലും ഇന്ന് ഇവിടെ പങ്കെടുത്തവരും അതേപോലെ ലോകത്തിൻ്റെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് നമ്മളുടെ പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നവരുമായിട്ടുള്ള ആൾക്കാരുടെ ഭാഗത്തു നിന്ന് കൂടുതൽ വർദ്ധിത വീര്യത്തോടുകൂടിയുള്ള സഹകരണം ഭാവിയിലും ഉണ്ടാവുകയാണ് എങ്കിൽ ഈ മഹാസമ്മേളനം നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ അഥവാ ചിലർ നിർദ്ദേശിച്ചതുപോലെ എനിക്കങ്ങനെ ഒരു ആഗ്രഹം ഇല്ല കേട്ടോ. ഇതൊരു ലൈഫ് ടൈം ഇവന്റ് എന്നാണ് ഞാനിതിനെ കാണുന്നത്. ഭാവിയിൽ വീണ്ടും നമുക്ക് കൂടി വിളിച്ചു ചേർക്കാൻ കഴിഞ്ഞേക്കാം എന്ന് പറയുന്നത് അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ പറയുന്നത്. ഈ കോളേജിൽ നമ്മളിതിനു മുമ്പ് വിവിധ മേഖലകളുടെ സെക്ടറുകൾ തിരിച്ചിട്ടുള്ള അലൂമിനികളുടെ മഹായോഗങ്ങൾ വിളിച്ചു ചേർത്തിട്ടുണ്ട്. പക്ഷെ പിന്നീട് അത് വിളിച്ചു ചേർക്കാനുള്ള ശ്രമം ദയനീയമായി പരാജയപ്പെട്ടുള്ള അനുഭവമാണ് എനിക്കുള്ളത്. ഉദാഹരണത്തിന് നമ്മുടെ കോളേജിലെ സ്പോർട്സ് അലൂമിനി, പഴയ കായിക താരങ്ങളുടെ അലൂമിനി ഈ ഓഡിറ്റോറിയത്തിൽ വിളിച്ചു ചേർക്കുകയുണ്ടായി. വളരെ വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യന്തം നൊസ്റ്റാൾജിയ ഉണ്ടാക്കുന്ന, ഗ്രഹാതുരത്വം ഉണർത്തുന്ന, ആൾക്കാരുടെ കണ്ണ് നിറഞ്ഞു പോകുന്ന രീതിയിലുള്ള രംഗങ്ങൾ. അതെങ്ങനെ മാലപ്പടക്കത്തിൽ പടക്കം പൊട്ടുന്നതുകൊണ്ടൊക്കെ ഒന്നിനു പുറകെ ഒന്നായി രാവിലെ മുതൽ വൈകുന്നേരം വരെ നിറഞ്ഞു നിന്നിരുന്ന ആ മീറ്റിംഗ്
പിന്നീട് വിളിച്ചു ചേർക്കാൻ പല തവണ ശ്രമിച്ചെങ്കിലും ഒരിക്കൽ പോലും വിജയിച്ചിട്ടില്ല എന്നുള്ളതാണ് അനുഭവം. അതുകൊണ്ട് ഞാൻ ഭയപ്പെടുന്നു ഇത് ഒരു ലൈഫ് ടൈം ഇവന്റ് ആയി മാറിയേക്കാം എന്ന്. പക്ഷേ വർദ്ധിത വീര്യത്തോട് കൂടുതൽ സഹായ സഹകരണങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകുകയാണെങ്കിൽ എനിക്ക് പുറകെ വരുന്നവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ പോലും ഞാൻ അശക്തനാണ് എന്ന് തിരിച്ചറിയുന്നത് കൊണ്ട് ഇതിനേക്കാൾ മനോഹരമായ രീതിയിൽ, ഇതിനേക്കാൾ സമൃദ്ധമായ രീതിയിൽ, ഭംഗിയായ രീതിയിൽ മൈറ്റി കോമ്പസിൻ്റെ മെഗാ മീറ്റുകൾ ഇനിയും ഈ കോളേജ് അങ്കണത്തിൽ നടത്താൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ മഹാസമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ ആൾക്കാർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ, കോമേഴ്സ് കുടുംബത്തിൻ്റെ ഭാഷയിൽ, കോമേഴ്സ് അധ്യാപകരെ പ്രതിനിധീകരിച്ചുകൊണ്ട്, കോമേഴ്സിലെ വിദ്യാർത്ഥികളെ പൂർണ്ണമായും പ്രതിനിധീകരിച്ചുകൊണ്ട്, ഈ കോളേജിൻ്റെ ഭരണസമിതിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് നന്ദി 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 രേഖപ്പെടുത്തുന്നു. യോഗം ഇവിടെ അവസാനിക്കുന്നു. ജനഗണമനയോടുകൂടി നമുക്ക് പിരിയാം.